നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ആ കൽപ്പനകൾ നമ്മൾ അനുസരിക്കണമെങ്കിൽ നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ ഉണ്ടാവണം. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. എങ്ങനെയാണ് നമ്മൾ പ്രത്യാശയിൽ നിന്ന് അനുസരണത്തിലേക്ക് പോകുന്നത്? ഹൗ ഡസ് ഫെയ്ത്ത് ബിക്കം ഒബീഡിയൻസ്? അത് എങ്ങനെയാണ് വിശ്വാസം അനുസരണമായി മാറുന്നതെന്ന് നമുക്ക് ഇന്ന് പരിശോധിക്കാം. എന്നാൽ രാവിലെ നമ്മൾ കണ്ടത് പ്രത്യാശ എന്താണെന്നുള്ളൊരു പരിശോധനയായിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞുവെങ്കിലും ഇപ്പോഴാണ് നമ്മളത് കാണാൻ പോകുന്നത്, വിശ്വാസം എങ്ങനെയാണ് നീതിയെ ഉണ്ടാക്കുന്നത്, നീതിയെ ഉളവാക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അതിന് ചില വേദഭാഗങ്ങൾ വായിക്കാം. വിശ്വാസത്താലുള്ള നീതി, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാമോ? റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-17. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ട് വെളിപ്പെടുന്നു. ഓക്കെ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ വാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പറയുന്ന സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയാൻ എനിക്കൊരു നാണവും ഇല്ല. ഞാനൊരു സുവിശേഷകനാണെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ അഭിമാനിക്കുന്നത്? അതിന് കാരണം പറഞ്ഞിരിക്കുന്നത്, അതിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരുന്നു. എന്തിനുള്ള ശക്തിയാണ്? യഹൂദനെയും യവനനെയും രക്ഷിക്കാനുള്ള ദൈവശക്തി. ന്യായപ്രമാണത്തിനകത്തുള്ള ശക്തി കൊണ്ട് യഹൂദൻ പോലും രക്ഷപ്പെടുന്നില്ല. എന്നാൽ സുവിശേഷത്തിന്റെ ശക്തി കൊണ്ട് യഹൂദനും രക്ഷപ്പെടുന്നു, യവനനും രക്ഷപ്പെടുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കേ, എല്ലാവരും നോക്കിയോ. ഒരുമാതിരി ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? കുറച്ചു നേരത്തേക്ക് അങ്ങനെ തന്നെ വിചാരിച്ചോ. നിങ്ങൾ വിചാരിക്കുകയാണ്, നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുവാണെങ്കിൽ ചേസ് പാസ്റ്ററിനെ പോലെ ജീവിക്കണം എന്ന് വിചാരിച്ചോ. കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ വിചാരിച്ചോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന എന്തായിരിക്കും? ഞാൻ ചെയ്യുന്ന പോലുള്ള പ്രവൃത്തികളാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഞങ്ങൾ ഒരു 3 കുഞ്ഞുങ്ങളെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത് വളർത്തിയത്. ഞങ്ങളുടെ സ്വന്തം മകൻ കൂടാതെ. ഒരാൾ കല്യാണം കഴിഞ്ഞു, ബാക്കി 2 പേരും കുട്ടികളാണ്, പഠിക്കുകയാണ്. ഒരാൾ HIV പോസിറ്റീവ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും പറയുമായിരുന്നു ഈ കുഞ്ഞുങ്ങളെടുത്ത് വളർത്തിയപ്പോൾ ഞങ്ങൾ പഠിച്ച പല പാഠങ്ങളെ കുറിച്ച്. അപ്പൊ എന്ത് സംഭവിച്ചു? കുറെ ആൾക്കാര് എന്നോട് പറയാൻ തുടങ്ങി, പാസ്റ്ററെ, ഞാനും ചെറുപ്പം തൊട്ടേ ആലോചിക്കുന്നതാണ് കുഞ്ഞുങ്ങളെടുത്ത് വളർത്തുന്നത്. പാസ്റ്ററെ കഥ ഞങ്ങൾക്കൊരു പ്രചോദനമായി, ഞങ്ങൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെടുത്ത് വളർത്താൻ തീരുമാനിച്ചു. എനിക്ക് അത് കേട്ടപ്പോൾ അങ്കലാപ്പ് തോന്നി. എന്തുകൊണ്ട് അങ്കലാപ്പ് തോന്നിയെന്നറിയോ? എൻ്റെ ജീവിതം അവരെ ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കുകയാണ്. ആ പ്രവൃത്തിയിൽ അവർ പൂർണ്ണമായും പരാജയപ്പെടാം. കാരണം അത് ജയിക്കാൻ എളുപ്പമുള്ളൊരു പ്രവൃത്തിയല്ല. എന്ന് മാത്രമല്ല, തോക്കാൻ എല്ലാ സാധ്യതയുമുള്ളൊരു പ്രവൃത്തിയാണ് ഞങ്ങളെ പോലെ. എന്ന് പറഞ്ഞതിൻ്റെ കാരണം, നമ്മൾ ആരും അൾട്ടിമേറ്റ്ലി ജയിക്കുന്നില്ല ഈ ഒരു കാര്യത്തിൽ. എനിക്ക് ഞങ്ങൾ ആ മക്കളെ കൊണ്ട് അനുഭവിച്ച സ്ട്രഗിൾ, അവർ നന്നാകാതെ വന്നപ്പോൾ അനുഭവിച്ച വേദന, രാത്രിയാവുമ്പം വീട്ടിൽ കയറാത്ത പിള്ളേർ, തെരുവിലൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന പിള്ളേർ, അവരെ വീട്ടിൽ കയറ്റാൻ ഞങ്ങൾ പെട്ട പാട്. ഈ സ്ട്രഗിൾസിനിടയിൽ നമുക്കറിയാം, നമ്മുടെ സ്വന്തം പിള്ളേർ വഴക്കുണ്ടാക്കുമ്പം സഹിക്കാൻ പറ്റാത്ത അപ്പനും അമ്മയും, നമ്മൾ അങ്ങോട്ട് ഒരു ഉപകാരം ഇല്ലാഞ്ഞിട്ടും അങ്ങോട്ട് പൈസയും കൊടുത്ത് വളർത്തിയ പിള്ളേര് നമുക്കെതിരെ നിന്ന് സംസാരിച്ചാൽ നമുക്ക് സഹിക്കാൻ ഇത്തിരി പാടുപെടും. അപ്പം ഈ പ്രവൃത്തി നോക്കി അനുകരിച്ചാൽ എന്ത് സംഭവിക്കും സഹോദരങ്ങളെ? നമ്മൾ മഹാപാപികളായിട്ട് മാറും. ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പം നിങ്ങൾക്ക് ഒരാളെ കുറിച്ച് ഒരു അപ്രീസിയേഷൻ തോന്നിക്കഴിഞ്ഞാൽ, പാസ്റ്ററെ നോക്കിയിട്ട് കൊള്ളാം, നല്ല ദൈവദാസനാണ്, നല്ല പ്രാർത്ഥിക്കുന്ന ആളാണ്, ഞാനും അങ്ങനെ തുടങ്ങിക്കോളാം എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ,
ഇതൊക്കെ നാളെ പരാജയത്തിൽ ചെന്ന് ചാടുള്ളൂ. അതായത് ഒരു മനുഷ്യനെ നമ്മൾ അനുകരിക്കാൻ ശ്രമിച്ചാൽ ആ പ്രവൃത്തികൾ തോറ്റുപോകും. കാരണം അയാൾ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നമ്മൾ അയാൾ ക്രിസ്തുവിനെ എങ്ങനെ അനുഗമിക്കുന്നത് നോക്കാവുള്ളൂ. അയാളെ അനുഗമിക്കാൻ പോകരുത്. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന തലത്തിൽ നിങ്ങൾക്ക് എന്നെ അനുകരിക്കാം, അതല്ലാത്ത വേറെ ഒന്നിലും ഞാൻ നിങ്ങൾക്കൊരു മാതൃകയല്ല. ഇങ്ങനെ ആരും പറഞ്ഞു കാണാൻ സാധ്യതയില്ല. നിങ്ങളും ആർക്കും മാതൃകയൊന്നുമില്ല. ആകാമെന്ന് ജീവിതത്തിൽ പ്രതീക്ഷിക്കണ്ട, നടക്കുകയില്ല. ഇങ്ങനെയൊന്നും ആരും പറഞ്ഞു കാണുകയില്ലായിരിക്കും. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരാളെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലുള്ള ഏത് നല്ലവന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേട്ടാലും അത് നമ്മൾ ഇൻസ്പയർ ചെയ്യുവാണെങ്കിൽ, അതായത് അങ്ങനെ ആകണം എന്ന് ആഗ്രഹം തോന്നുവാണെങ്കിൽ അത് പ്രവൃത്തിയിലേക്ക് നയിക്കുള്ളൂ. ഇപ്പൊ മഹാത്മാഗാന്ധിയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയെ പോലെ ആകണം. അതിനെന്ത് ചെയ്യണം? ഒറ്റ തുണിയൊക്കെ എടുത്ത് കണ്ണടയൊക്കെ വെച്ച് വടിയും കുത്തി തലയും മുട്ടയിടിച്ച്. നിങ്ങളില്ലേ പ്രച്ഛന്ന വേഷത്തിന് ഗാന്ധിയെ പോലെ ആൾക്കാർ വരുന്നത്? ഒറിജിനൽ ഗാന്ധി പോലും അമ്പരന്ന് പോകും, ഇവൻ എവിടെ നിന്ന് വന്നു. അതുപോലത്തെ പ്രച്ഛന്ന വേഷങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, പല കുട്ടികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഗാന്ധിയെ പോലെ ആണെങ്കിൽ എന്ത് ചെയ്യണം? സ്വദേശി മാത്രമേ ഉപയോഗിക്കാവൂ, സസ്യാഹാരം മാത്രമേ കഴിക്കാവൂ. അപ്പോൾ കുറെ പ്രവൃത്തികളിലേക്ക് നയിക്കുന്നത്. വടിയും കുത്തി പിടിച്ചാൽ നടക്കാവൂ. പിന്നെ എന്തൊക്കെയാ കുറെ കാര്യങ്ങളുണ്ട് മഹാത്മാഗാന്ധി ചെയ്തുകൊണ്ടിരുന്നത്, ഒന്നും വെളി പറയാൻ കൊള്ളാത്ത കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളും ചെയ്താണ് മഹാത്മാഗാന്ധിയെ പോലെ ആകുന്നത്. സംബന്ധിച്ചോ? അപ്പൊ ഇതെല്ലാം പ്രവൃത്തിയിലേക്കാണ് നയിക്കുന്നത്. എബ്രഹാം ലിങ്കനെ പോലെ ആകണം, പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. എടാ പിള്ളേരെ പഠിപ്പിക്കുന്ന, എടാ അവരൊക്കെ എന്ത് കഷ്ടപ്പെട്ട മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ച് എന്നൊക്കെ അല്ലേ? ഓക്കെ. അപ്പം ഒരാൾ ചോദിച്ചു, പകൽ സമയത്തൊന്നും പുള്ളിക്ക് പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഈ മണ്ണെണ്ണ വിളക്കിന്റെ അടുത്ത് വരാനുള്ള കാരണം എന്താന്ന് ഒരാൾ ചോദിച്ചായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അങ്ങനെ വിളക്ക് ഇല്ലെങ്കിൽ പിന്നെ പകല് പോയിരുന്ന് പഠിച്ചുകൂടെ? പക്ഷെ പകല് ജോലിയായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ്, നമ്മൾ ലൈഫ് ഇൻസ്പയറിങ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രവൃത്തി ഉണ്ടാവും, അവരെ പോലെ ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും, അല്ലേ? അപ്പൊ ഈ നീതിയൊക്കെ എന്താ ഉണ്ടാക്കുന്നത്? പ്രവൃത്തിയാണ് ഉണ്ടാക്കുന്നത്. മനുഷ്യരുടെ ഏത് നീതി നമ്മൾ കേട്ടാലും ഒരു പ്രവൃത്തിക്ക് വേണ്ടിയാണ് നമുക്ക് നിർബന്ധം ഉണ്ടാകുന്നത്, അല്ലെ? എന്നാൽ ക്രിസ്തുവിന്റെ നീതിയെക്കുറിച്ച് കേട്ട് കഴിയുമ്പോൾ ലോകത്ത് ആർക്കും തോന്നുന്നില്ല എന്നാൽ ഇന്ന് തൊട്ട് ക്രിസ്തുവിനെ പോലെ ആയേക്കാം എന്ന് തോന്നൂല. പ്രവൃത്തിയിലേക്ക് നയിക്കുന്നില്ല. പകരം എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിലേക്കാണ് നയിക്കുന്നത്. കർത്താവേ, നീ ഇതെനിക്ക് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നീ എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എനിക്ക് തന്നില്ലെങ്കിൽ എനിക്കിതില്ല, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. അങ്ങനെ ഒരു ഫെയ്ത്തിലേക്കാണ് യേശുവിൻ്റെ നീതി നമ്മളെ കൊണ്ട് ചെല്ലുന്നത്. കാരണം അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലാന്ന് ഒറ്റയടിക്ക് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടപ്പോൾ അത് പ്രവൃത്തികൾക്കായിട്ടല്ല, അത് വിശ്വാസത്തിനായി വെളിപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മളെല്ലാം ഗതികെട്ടവന്മാരാക്കി മാറ്റാൻ ആ നീതി മതിയായിരുന്നു. നമ്മളെല്ലാം നീതിക്ക് വേണ്ടി യാചിക്കുന്നവരാക്കി മാറ്റാൻ തക്കവണ്ണം ഉന്നതമായൊരു നീതി വെളിപ്പെട്ടപ്പോൾ പ്രവൃത്തികളെ ആശ്രയിച്ചിരുന്നവരെല്ലാം മണ്ടന്മാരായിപ്പോയി. കാരണം എന്താ? അവരെത്ര പ്രവർത്തിച്ചാൽ എത്താൻ പറ്റാത്തിടത്താണ് ദൈവത്തിന്റെ നീതി. മനസ്സിലാവുന്നുണ്ടായി പറയുന്നത്? ഓക്കെ. അപ്പോൾ സുവിശേഷത്തിന്റെ നീതി നമ്മൾ എങ്ങോട്ടാണ് നയിക്കുന്നത്? ഫെയ്ത്തിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ എന്താണ് ഫെയ്ത്ത് എന്നൊരു ചോദ്യം വരും. ഫെയ്ത്തിന് പല നിർവചനങ്ങളുണ്ട്. നമുക്ക് എബ്രായർ 11:1 പറയുന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നാണ്. നമ്മൾ രാവിലെ അത് കുറച്ചൊക്കെ ഒന്ന് കണ്ടായിരുന്നു. എന്നാൽ പ്രാക്ടിക്കൽ ലൈഫിൽ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണത്തിന്, ഞങ്ങൾ മിഷണറിമാരായിരുന്ന സമയത്ത് ആൾക്കാർ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നേ? അപ്പൊ ഞങ്ങൾ പറയും, വിശ്വാസത്തല്ല ബ്രദറെ. അപ്പോൾ ചോദിക്കും, ഓ ആണോ, ഓക്കെ, നല്ല കാര്യം കേട്ടോ ബ്രദറെ. ശരി, എന്താ ഉദ്ദേശം എന്നറിയോ? ഞങ്ങൾ ആരോടും പൈസയും ചോദിക്കാറില്ല, ഞങ്ങൾ ആരുടെ ആവശ്യങ്ങൾ പറയാറൊന്നുമില്ല. ദൈവത്തിന് ഞങ്ങളെ അറിയാം, ദൈവം ഞങ്ങൾക്ക് ആവശ്യമുള്ള പണം തന്നോളും. ഇതിനെയല്ലേ നിങ്ങളുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ രോഗം വന്നു മരുന്ന് മേടിക്കൂല, കർത്താവെ നീ കൈകൊണ്ട് തരുന്ന രോഗസൗഖ്യം മാത്രം എനിക്ക് മതി. ഓക്കെ, ഇത് രണ്ടും വിശ്വാസ ജീവിതമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് വിശ്വാസ ജീവിതമാണെങ്കിൽ വിശ്വാസം എന്ന ചൂണ്ടയിട്ട്
ഞാൻ പിടിച്ചെടുത്തത് എന്തൊക്കെയാ പറഞ്ഞു? അപ്പം, അന്നൊന്ന് ജീവിക്കാനുള്ള ആഹാരം, അല്ലെ? പിന്നെ രോഗസൗഖ്യം, പണം, ഇതൊക്കെയാണ് ഈ ചൂണ്ടയെടുത്ത് പിടിക്കുന്നത്. എന്നിട്ടാ പറയുന്നത് വിശ്വാസമെന്ന്. എന്തോ പ്രശ്നമുണ്ടല്ലേ? അപ്പൊ ഈ വിശ്വാസം എന്ന ചൂണ്ടയിട്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്ന ചൂണ്ടയിട്ട് നമുക്ക് ജീവിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി അധ്വാനിച്ച് ശമ്പളം മേടിച്ച് ജീവിക്കുന്നു. ഞങ്ങൾ വിശ്വാസം എന്ന ചൂണ്ടയിട്ട് അതിനകത്ത് അടിച്ചു മാറ്റുന്നു. എങ്ങനെയുണ്ട് ഐഡിയ? ഇനി ഞാൻ പറയട്ടെ, എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന ചൂണ്ടയുടെ അറ്റത്ത് പൈസയല്ല ദൈവം വെച്ചിരിക്കുന്നത്, ക്രിസ്തുവിനെ തന്നെയാണ്. അപ്പൊ എന്റെ ഫെയ്ത്ത് എന്തിനു വേണ്ടിയുള്ളതാണെന്നറിയോ? എന്റെ ഫെയ്ത്ത് ക്രിസ്തുവിനെ നേടാനുള്ളതാണ്. അപ്പൊ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തോ? ഞാനല്ല ഇനി ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ എന്നുള്ള വെളിപ്പാടാണ് വിശ്വാസ ജീവിതം. അപ്പൊ വിശ്വാസത്താൽ ക്രിസ്തു എന്റെ ഹൃദയത്തിൽ വസിക്കും. അതിനാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. എഫേസ്യർ 3:17 വായിക്കാം. എഫേസ്യർ 3:17. എഫേസ്യർ 3:17. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. കണ്ടോ? അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ളതാ? വിശ്വാസ ജീവിതം നയിക്കുന്നുണ്ടോ നിങ്ങള്? എന്താ വിശ്വാസ ജീവിതം? ഞാനല്ല ഇനി ജീവിക്കുന്നത്, ക്രിസ്തുവാണ്. ഗലാത്യർ 2:20 ഒന്ന് വായിച്ചു നോക്കിയേ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പൊ അടുത്ത വാക്യം, വിശ്വാസം എന്താണ്? അടുത്ത വാക്യം. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. വിശ്വാസത്താലുള്ള ജീവിതം എന്താ? ദൈവപുത്രനിലുള്ള വിശ്വാസത്താലുള്ള ജീവിതം എന്താ? ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ട് ആലോചിച്ച് നോക്കി. ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. പരാതിയും പോയി, സങ്കടവും പോയി, വിഷമവും പോയി, വൈരാഗ്യ ബുദ്ധിയും പോയി, എല്ലാം പോയി. കാരണം ജീവിക്കുന്ന ക്രിസ്തു ആണല്ലോ. ഞാൻ മരിച്ചു പോയല്ലോ. ഇതിനെയാണ് നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. എന്താണ് കാണാത്ത കാര്യങ്ങൾ? നിത്യമായ കാര്യങ്ങൾ, എറ്റേണൽ തിങ്സ്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ ആശിക്കുന്നതിന്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ പ്രത്യാശയുടെ ഉറപ്പ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമായ കാര്യങ്ങളുടെ ഉറപ്പ്, അല്ലെ? എന്താണ് നിത്യമായ കാര്യങ്ങൾ? നിത്യം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇപ്പൊ ഒരു സാധനം നമ്മൾ മേടിച്ചു, അത് കേടാകുന്നില്ല, സമയം അതിനെ ബാധിക്കുന്നില്ല, ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. ഇപ്പൊ എന്റെ ശരീരത്തെ സമയം ബാധിക്കും. കുറെ കഴിയുമ്പോൾ ഇത് ജരാനരകളൊക്കെ ആയിട്ടൊരു കോലമാവും, അല്ലെ? സമയത്തെ ബാധിക്കാത്ത എന്താ ഉള്ളത്? നമ്മൾ കാണുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവൻ സമയത്തിന്റെ അടിമത്തത്തിലാണ്. ടൈം അനുസരിച്ച് മാറാത്ത ഒരു സാധനം നമുക്ക് കണ്ണു തുറന്ന് നോക്കി കാണാൻ പറ്റത്തില്ല. ഒന്ന് കണ്ണു തുറന്ന് നോക്കി ചുറ്റുമുള്ള. ഇനി ആളുകളെ, വസ്തുക്കളെയൊക്കെ ഓർത്ത് നോക്കി. എല്ലാം താൽക്കാലികം. ശാശ്വതമായി നിൽക്കുന്നതൊന്നും ഈ ദൃശ്യപ്രപഞ്ചത്തിലില്ല. പിന്നെ എവിടെ ഉള്ളത്? നിത്യതയിലാണുള്ളത്, മരണമില്ലാത്ത നിത്യതയിൽ. മനസ്സിലായോ?
അപ്പോൾ ഈ ഒരു ലോകത്ത് കാഴ്ചയാലുള്ള ജീവിതം എന്ന് പറയുന്നത്, കാഴ്ചയാലുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടാലേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്നാൽ കാഴ്ചയാലുള്ള ജീവിതത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് വിശ്വാസത്താലുള്ള ജീവിതം. വിശ്വാസത്താലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ പൈസ കർത്താവ് കൊണ്ടുതരും എന്നുള്ള വിശ്വാസമല്ല. ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ വസിക്കുന്നത് എന്നുള്ള വിശ്വാസമാണ്. വിശ്വാസത്താൽ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. വിശ്വാസത്താലുള്ള നീതിയെ ഇതുമായിട്ട് ബന്ധിപ്പിച്ച് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കും. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. ഓക്കെ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ന്യായപ്രമാണം വെച്ച് പൗലോസിനെ കുറ്റം വിധിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. അപ്പൊ പെർഫെക്റ്റ് ആണ് ന്യായപ്രമാണത്തെ സംബന്ധിച്ച് പൗലോസ്. അടുത്ത വാക്യം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ലാഭമായിരുന്നു പൗലോസിന് ഒരു കാലത്ത്. എന്നാൽ അതെല്ലാം ക്രിസ്തു നിമിത്തം എന്ത് ചെയ്തിരിക്കുന്നു? നഷ്ടമായിട്ട് എണ്ണിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ നഷ്ടമായിട്ട് എണ്ണിയിരിക്കുന്നത്? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം നമ്മൾ. അപ്പൊ ന്യായപ്രമാണത്തിൽ എല്ലാ നീതി ഞാൻ അനുഷ്ഠിച്ചിട്ടുണ്ടെന്നുള്ളത് പോലും ക്രിസ്തുവിന്റെ പരിജ്ഞാനം വെച്ച് നോക്കുമ്പം വെറും വേസ്റ്റാണ്. കാരണം ക്രിസ്തുവിന്റെ പരിജ്ഞാനം സകലത്തിലും ഉന്നതമാണ്. ഓക്കെ, ആ പരിജ്ഞാനത്തിന് മുമ്പില് ഈ പറയുന്ന ലോകത്തിലുള്ള നീതിയെല്ലാം വെറുതെയാണ്. 9-ാം വാക്യം വായിച്ച്. 9-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. അപ്പൊ 2 തരം നീതി ഉണ്ടല്ലേ. ഒന്ന് ന്യായപ്രമാണം അനുസരിച്ച് എനിക്ക് കിട്ടുന്ന നീതി. മറ്റൊന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവ് ദാനം നൽകുന്ന നീതി. ഇതിലേതാണ് കൂടുതൽ പവർഫുൾ? ഏതാണ് കൂടുതൽ ബെറ്റർ നീതി, വലിയ കൂടിയ നീതി? ന്യായപ്രമാണത്തിന്റെ നീതിയാണോ അതോ കർത്താവ് വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയാണോ? കർത്താവ് വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയാണ് ന്യായപ്രമാണത്തിന്റെ നീതിയുടെ അപ്പുറം. പൗലോസ് പറയാണ്, ന്യായപ്രമാണം വെച്ച് എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ എനിക്കത് പോരാ, എനിക്ക് ക്രിസ്തുവിലുള്ള ഒരു നീതി വേണം. അതിന് പകരം ഞാൻ എന്ത് ചെയ്യണം? വിശ്വാസത്താൽ അത് ലഭിക്കുന്നത്. വിശ്വസിക്കുന്നവർ എന്ത് വിശ്വസിക്കുന്നവർക്ക്? ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ നീതിയെ കിട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പിള്ളേര് ക്രിക്കറ്റ് കളിക്കുമ്പം തെണ്ടുൽക്കറിനെ പോലെയൊക്കെ അടിക്കുന്നു, സ്റ്റൈൽ കാണിക്കുന്നു? പുള്ളിയുടെ വിചാരം അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതുപോലെ അടിക്കാൻ പറ്റും. പക്ഷെ അത് പറ്റത്തില്ല. പക്ഷെ ബെറ്റർ ആയിരിക്കും അല്ലേ ഇത് ചുമ്മാ ഇട്ട് തട്ടുന്നതിനേക്കാളും. അതുപോലെ നമ്മൾ ക്രിസ്തുവിന്റെ ജീവൻ ആ നീതി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മനുഷ്യരായിട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന നീതിയേക്കാളും ഉന്നതമായിരിക്കും. ഓക്കെ, അപ്പോൾ 9-ാം വാക്യം പറയുന്നു ക്രിസ്തുവിനെ നേടേണ്ടതിനും. അപ്പൊ അവിടെ കാണുന്ന 2 തരം നീതിയാണ്. ഒന്ന് പ്രവൃത്തിയാൽ വരുന്നതും ഒന്ന് വിശ്വാസത്താൽ വരുന്നതും. എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് പറയുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ മരിച്ചുപോയി. റോമാലേഖനം 6:3 വായിച്ചു നോക്കി. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം അറിയുന്നു. അപ്പൊ മരണത്തിന്റെ ഒരു ഷെയർ എടുക്കാൻ വേണ്ടിയാണ്, യേശുവിന്റെ മരണത്തിന്റെ ഒരു ഷെയർ ചോദിച്ചുകൊണ്ടാണ് ഞാൻ സ്നാനപ്പെട്ടത്. നിങ്ങൾ അങ്ങനെയാണോ സ്നാനപ്പെട്ടത്?
കർത്താവെ, നിന്റെ മരണത്തിന്റെ ഒരു ഷെയർ എന്നോ അനുഭവിക്കാൻ എന്നെ സഹായിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാണ്. ഇവിടെ പറയുന്ന മരണത്തിന്റെ പങ്കാളിത്തം എന്ന പാർട്ട്ണർഷിപ്പ്. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മളൊരു പാർട്ട്ണറാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്താ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്താണെന്നറിയോ? സാധാരണ ഇതിന്റെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നീ 50 രൂപ ഞാൻ 50 രൂപ അങ്ങനെ 100 എടുത്ത് നമുക്ക് ബിസിനസ് തുടങ്ങാം. ഇതാണ് പാർട്ട്ണർഷിപ്പ്. ഇവിടെ കർത്താവിന്റെ ഉടമ്പടി അങ്ങനെയല്ല. ഓക്കെ, എല്ലാ അധ്വാനവും കർത്താവിന്റെയാണ്. ഈ പാർട്ട്ണർഷിപ്പില് നമ്മൾ ചെയ്യേണ്ട എന്നറിയോ? കർത്താവ് ഞാനും തമ്മിലുള്ള ഈ പാർട്ട്ണർഷിപ്പ്, ഞാൻ അവന്റെ മരണത്തിൽ പങ്കാളിയാവുകയാണല്ലോ അല്ലെ? അപ്പൊ പങ്കാളിയായി. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് കർത്താവ് ചെയ്യേണ്ടത്. പങ്കാളിയാണ് എന്തെങ്കിലും ചെയ്യണ്ടേ? ഞാൻ ചെയ്യുന്നത് ഞാൻ മരിച്ചു, ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. കർത്താവ് ചെയ്യുന്നത് എന്താ? അവൻ ജീവിക്കുന്നു. ഞാൻ മരിക്കുന്നു, അവൻ ജീവിക്കുന്നു. അങ്ങനെ നമ്മൾ അവന്റെ മരണത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് പ്രവേശിച്ചാൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ പങ്കാളിത്തവും നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് പാപത്തെ ജയിക്കണമെങ്കിൽ അതിനുള്ള ഒരൊറ്റ വഴി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കൂടെയുള്ള മരണം കൺഫസ് ചെയ്യുക എന്നുള്ളതാണ്. വേറൊരു വഴിയുമില്ല. ഓക്കെ ആണോ? അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരിക്കുമ്പോൾ എങ്ങനെയാ സംഭവിക്കുക? എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആ പിക്ചർ ഒന്ന് നോക്കാം ഒരു നിമിഷം. ഏത് പിക്ചറാ? കാൽവരി ക്രൂശിലെ പിക്ചർ. അവിടെ നടുക്കത്തെ ക്രൂശിൽ കർത്താവിനെ ക്രൂശിച്ചിരിക്കുന്നു, അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കള്ളന്മാരെ ക്രൂശിച്ചിരിക്കുന്നു. അതെ, അതല്ലേ കാൽവരി ക്രൂശിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഈ നടുക്കത്തെ ക്രൂശിൽ, യേശുക്രിസ്തു മരിച്ച നടുക്കത്തെ ക്രൂശിൽ കർത്താവ് ഒറ്റയ്ക്കല്ലായിരുന്നു. കർത്താവേ, ഈ യൂട്യൂബിന്റെ കാലത്ത്, ഫേസ്ബുക്കിന്റെ കാലത്ത് അത് അടുത്ത ദുരുപദേശം വരുന്നു. വെയിറ്റ്, നടുക്കത്തെ ക്രൂശിൽ കർത്താവ് ഒറ്റയ്ക്കല്ലായിരുന്നു. പിന്നെ ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? നമ്മളെ പോലുള്ള ലക്ഷക്കണക്കിന് കള്ളന്മാരാണ് ആ ക്രൂശിൽ അന്ന് മരിച്ചത്. നമ്മെ ചുമന്നുകൊണ്ടാണ് അവൻ ക്രൂശിൽ കയറിയത്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ വേണ്ടിയാണ് ക്രൂശിൽ കയറിയത്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ അന്ന് മരിച്ചതാ. അന്ന് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ യേശുവിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ചെയ്സ് എന്ന് പറയുന്ന ഒരാളുടെ കടും ചുവപ്പായിരുന്ന പാപവും കൂടെ കർത്താവിനെ തകർക്കാൻ കർത്താവ് അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാപങ്ങൾ പരിഹരിക്കാൻ നമുക്ക് പകരം കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു. ആ മരണത്തിൽ ഞാനൊരു പങ്കെടുത്തു. ഒരു പങ്ക് ഞാൻ എടുത്തു ആ മരണത്തിൽ. എത്ര മനോഹരമാണല്ലേ അത്! ശരിക്കും ഫെയ്ത്ത് എന്ന് പറയുന്നത് ഞാൻ മരിച്ചു. ഈ പാർട്ട്ണർഷിപ്പിൽ ഞാൻ ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ. ഞാൻ മരിച്ചു. ഞാൻ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഈ പാർട്ട്ണർഷിപ്പ് ജയിക്കാനുള്ള ഏക വഴി. കാരണം കർത്താവ് ചെയ്യുന്നത് എന്താണോ അതാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്നതല്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ ഞാൻ ചെയ്താൽ കുളമാകത്തേ ഉള്ളൂ. ഇപ്പൊ നമ്മളൊരു പെയിന്റിങ് വരച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, ഒരു 5 ഇതളുള്ളൊരു പൂ നമ്മൾ വരയ്ക്കുമെന്ന് വെച്ചോ, ഞാൻ 2 എണ്ണം വരച്ചു, 3 എണ്ണം വരച്ചു. അപ്പൊ ഇടയ്ക്കൂടെ മകൻ വന്നിട്ട് 2 കുഞ്ഞ് ഏതോളം കൂടെ വരച്ചിട്ട് പോയി. ഓ, ഞാൻ പറയും എന്ത് മനോഹരമായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, അവൻ അങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. അവന്റെ വക്രബുദ്ധിയാണ്, വളഞ്ഞേ വരുള്ളൂ. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് വിശ്വാസത്താൽ വെളിപ്പെട്ടാണ്. നമ്മൾ പറഞ്ഞു വന്നത് വിശ്വാസത്താൽ വെളിപ്പെട്ടൊരു നീതി. ബാക്കി എല്ലാ നീതി നമുക്ക് അനുസരിക്കാനാണ് തോന്നുന്നത്. പക്ഷെ കർത്താവിന്റെ നീതി വരുമ്പോഴേക്കും നമുക്ക് തകർന്ന് നിലവിളിക്കും, തരിപ്പണമായി പോകും. ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഞാനൊരു കഥ പറയാം.
ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞങ്ങൾ കുറച്ച് പിള്ളേരെ എടുത്ത് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു മോൻ HIV പോസിറ്റീവാണ്. അപ്പോൾ അവനിപ്പോൾ ബാംഗ്ലൂരിൽ ഒരു കെയർ സെൻ്ററിലാണ്. അപ്പോൾ 2017 ഒരു ദിവസം ഞാൻ ഈ കെയർ സെൻ്ററിൽ പോയി, ഞങ്ങൾ കുടുംബമായിട്ട്. ഇവനായിട്ട് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. പോരാൻ നേരത്ത് ഞാൻ കാറിൽ കയറിയ ശേഷം എനിക്ക് തോന്നി ഒന്നും കൂടെ ഇറങ്ങിപ്പോയി ഒരു ബൈയും കൂടെ പറഞ്ഞിട്ട് പോരാ. ഞാൻ ഇറങ്ങി ചെന്ന് എൻ്റെ തോളത്തിങ്ങനെ കൈയിട്ടിട്ട് അവനോട് പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, പപ്പ അടുത്ത മാസം വരാം. ഇവൻ എന്നെ വട്ടത്തിലും കെട്ടിപ്പിടിച്ചിട്ട് ഒരൊറ്റ കരച്ചിലും കരഞ്ഞു. അവൻ്റെ കണ്ണുനീരെൻ്റെ ഷർട്ട് മുഴുവൻ നനച്ച് കുളിപ്പിച്ചു. ഭയങ്കര കരച്ചിൽ. HIV പോസിറ്റീവാണ്. ഞാൻ വിചാരിച്ചു കുറേ നേരം അവനങ്ങ് കരയട്ടെ, കാരണം അവനറിയാം അധികം നാൾ ജീവിക്കില്ലെന്നും രോഗമുണ്ടെന്നും ഒക്കെ ബുദ്ധി കൊണ്ട് അറിയാം. ഞങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് താനും. അപ്പം ഞാൻ വിചാരിച്ചു അവൻ കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. കുറേ നേരം കഴിഞ്ഞ് അവൻ കരച്ചു നിർത്തി. ഞാൻ ബൈ പറഞ്ഞു, വണ്ടിയെ കയറി പോന്നു. കുറച്ചിങ്ങ് മുമ്പോട്ട് വന്നപ്പം കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ ഞാനൊരു ട്രാൻസ് പോലെ ഞാനിങ്ങനെ കർത്താവിനോട് ചോദിക്കുക, കർത്താവ് എന്തുകൊണ്ടാണ് അവനെ എൻ്റെ വീട്ടിൽ വളർത്താൻ എന്നെ കൊണ്ട് പറ്റാത്തത്? കർത്താവ് പറഞ്ഞു, സിമ്പിൾ, അവൻ നിന്റെ മകനല്ലാത്തതുകൊണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ച ഞാൻ ആ കൊച്ചിന് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ടെന്നായിരുന്നു എൻ്റെ വിചാരം. ഏറ്റവും നല്ല സ്കൂള്, ഏറ്റവും നല്ല ഡ്രസ്സ്, വേണ്ടതെല്ലാം. മൂന്നര വയസ്സുള്ളപ്പോഴാണ് കൊച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്നത്. അന്ന് അതിനെ എടുത്തുകൊണ്ടിരുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴുകി കുളിപ്പിച്ച് ആഹാരം കൊടുത്ത് ഞങ്ങളുടെ കൂടെ കിടന്നുറങ്ങി ഞങ്ങളുടെ പിള്ളേരോട് കളിച്ചു. അങ്ങനെയാണ് 10 വർഷം ജീവിച്ചത്. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അവനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അവൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളുടെ കൂടെ ജീവിച്ചല്ലേ. അവൻ എടുത്തുകൊണ്ട് എത്ര പ്രാവശ്യം ആശുപത്രിയിൽ പോയിട്ടുണ്ട്. അവൻ HIV ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഞങ്ങളിത് ചെയ്ത് ഞങ്ങളുടെ ക്രെഡിറ്റ് അല്ലേ? അല്ലേ പറയൂ. കർത്താവ് പറഞ്ഞത്, നീ എന്നാ എക്സ്ക്യൂസ് പറഞ്ഞാലും നീ പാപിയാണ്, നീ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ ഞാൻ നിലവിളിച്ചു പോയി, എൻ്റെ കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എനിക്ക് മനസ്സിലായി, അവൻ എൻ്റെ സ്വന്തം മകനായിരുന്നെങ്കിൽ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു, സ്വന്തം മകനായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവനെ കെയർ സെന്ററിൽ വിടേണ്ടതായിട്ട് വന്നേനേമായിരുന്നിരിക്കാം. പക്ഷെ ഞാൻ അവനെ കെയർ സെന്ററിൽ വിട്ടിട്ട് ഇവിടെ കേരളത്തിലൊന്നും വീട് വാടകയ്ക്ക് എടുക്കത്തില്ല. ആ ഹോസ്റ്റലിനടുത്ത് എവിടെയെങ്കിലും വീട് വെച്ചേനെ. എല്ലാ ദിവസവും വന്ന് അവൻ്റെ കൂടെ സമയം ചെലവഴിച്ചേനെ, അവൻ്റെ കൂടെ ഇരുന്ന് കരഞ്ഞേനെ. അവൻ്റെ സങ്കടം എൻ്റെ സങ്കടമായി മാറിയേനും. എനിക്ക് ആ കൊച്ചു നന്നായി വരണം എന്നുണ്ട്. പൈസ മുടക്കാൻ എൻ്റെ കയ്യിലുള്ളതും കൂട്ടുകാരുടെ ഉള്ളതും ഒക്കെ മുടക്കാൻ തയ്യാറാണ്. എല്ലാം ശരിയാണ്. പക്ഷേ എവിടെയാണോ എന്താണോ വേണ്ടത് അത് മാത്രം നടക്കില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്ന് താമസിക്കാം. അപ്പൊ കർത്താവ് പറയുന്നത്, നീ ബാംഗ്ലൂർ വന്നിട്ട് കാര്യമില്ല, അവന്റെ വീട്ടിൽ അവന്റെ മുറിയിൽ കിടന്നാൽ പോലും നിന്റെ ഉള്ളിൽ അവനോട് ഈ സ്നേഹം ഇല്ല. ഞാൻ തകർന്നുപോയി. കാരണം എനിക്ക് ഭയങ്കര സ്നേഹമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. കർത്താവ് പൊളിച്ചു കഴിഞ്ഞപ്പം മനസ്സിലാകുന്ന, ഈ സ്നേഹം കൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ കർത്താവിനോട് നിലവിളിച്ചു, എൻ്റെ കർത്താവേ എന്ത് ചെയ്യും? കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്കൊരു വലിയ സീറോയിട്ട് വന്നിട്ടുണ്ട്. അതോടുകൂടി ഞാൻ പിള്ളേരെ വളർത്തിയ കാര്യം പുകഴ്ത്തി പറയുന്ന പരിപാടി അവസാനിപ്പിച്ചു. കാരണം 0 മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഒരു പണിയും നടന്നിട്ടില്ല.
ഇനി അതിനേക്കാൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വേറൊരു എക്സാമ്പിൾ ഞാൻ പറയും. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണല്ലോ, 34 ക്യാമറകളോട് ഞാൻ എൻ്റെ കുറച്ച് 33 ക്യാമറകളോടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. എനിക്ക് എത്ര പ്രതിഫലം കിട്ടുമായിരിക്കും നിങ്ങൾ വിചാരിക്കും? ഒരു ഊഹം. ദൈവം എനിക്ക് എത്ര പ്രതിഫലം തരുമായിരിക്കും? സീറോ. എന്താ കാരണം എന്നറിയോ? എനിക്ക് നിങ്ങളോട് ശരിക്കും അകപ്പയില്ല. എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹമൊന്നുമില്ല. ഉള്ള സത്യം തുറന്നു പറയാം. അച്ചായ, കൊച്ചമ്മ, അമ്മാമ്മേ, അപ്പച്ചാന്നൊന്നും വിളിക്കാൻ മാത്രം സ്നേഹമില്ല എനിക്ക്. എൻ്റെ ഉള്ളിൽ അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ കൽപ്പനകളൊന്നും അനുസരിക്കപ്പെടുന്നില്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പൊ ഞാൻ അനുസരിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ അനുസരിക്കുന്നറിയോ? ചിലർക്ക് ഇങ്ങനെ പ്രശ്നിക്കില്ല, അനുസരിച്ചില്ലെങ്കിൽ നീ നരകത്തിൽ പോകും. ഞാനിവിടെ ടെൻഷൻ അടിച്ചിരിക്കും, എനിക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഉള്ളിൽ അകപ്പേ ഇല്ല. ഞാൻ എങ്ങനെ അനുസരിക്കും? കർത്താവേ എന്നെ സഹായിക്കണമേ. അപ്പോ ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ നീതി എന്താ ഉണ്ടാക്കിയത് നമ്മളില്? പ്രവൃത്തിയല്ല ഉണ്ടാക്കിയത്. അത് കർത്താവിന് എന്നെ രക്ഷിക്കാൻ പറ്റും എന്നൊരു വിശ്വാസമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇത് വിശ്വാസത്തിനായി വെളിപ്പെട്ടു എന്ന് റോമാലേഖനം 1:16-17 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കാരണം സുവിശേഷം വെളിപ്പെട്ടപ്പോൾ അത് മനുഷ്യന്റെ കഴിവിനപ്പുറത്തായിരുന്നുകൊണ്ട് വിശ്വസിക്കുന്നവർക്ക് മാത്രം എന്നുള്ള രീതിയിലാണ് അത് വെളിപ്പെട്ടത്. അങ്ങനെ വെളിപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇപ്പൊ സ്വർഗത്തിൽ ഒരൊറ്റ മെറിറ്റ് സീറ്റ് ഉള്ളത് കർത്താവ് കൊണ്ടുപോയി, ബാക്കിയുള്ളതെല്ലാം കൃപാസീറ്റുകളാണ്. സന്തോഷമായോ? ഓക്കെ. അപ്പോൾ യേശുക്രിസ്തു നമുക്കായി മരിച്ചപ്പോൾ നിത്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയം നമുക്കറിയാം. അവന്റെ ക്രൂശിൽ ഞാൻ മരിച്ചതാണ്. ഐ ഡൈഡ് ഓൺ ദാറ്റ് ക്രോസ്. എത്ര വർഷം മുമ്പ്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവന്റെ മരണത്തിൽ, അവന്റെ മരണം എൻ്റെ മരണമായിരുന്നു. When he died 2000 years back, I was in him. അതായത് കാൽവരി ക്രൂശിൽ 2000 വർഷം മുമ്പ് കർത്താവ് മരിക്കുമ്പോൾ, അതിന് നടുവിലത്തെ ക്രൂശിൽ കർത്താവ് കിടക്കുമ്പോൾ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് കള്ളന്മാർ യേശുവിൻ്റെ കൂടെ മരിച്ച ഒരു കള്ളനാണ് ഞാൻ. എത്ര പേർക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞ്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം എന്താ? പിന്നെ നമുക്ക് ഡിമാൻഡുകളൊന്നുമില്ല. ഇതെന്താ ഈ കറിക്ക് ഒട്ടും ഉപ്പില്ലല്ലോ? മരിച്ചു പോയവൻ എന്ത് ഉപ്പ്, എന്ത് മുളക്, എന്ത് കറി? ഈ ഷർട്ട് ഒട്ടും കൊള്ളത്തില്ല കേട്ടോ. ചത്തുപോയവൻ ഏത് ഷർട്ട് ഇട്ടാലെന്ത്? നിങ്ങൾ പറയൂ, ഓ ഞാൻ ഈ ഷർട്ട് മാത്രം, ബ്രാൻഡ് മാത്രം എടുത്തുള്ളൂ. ചത്തുപോയവൻ ഏത് ബ്രാൻഡാന്ന് നോക്കാൻ പറ്റൂ? ഓ എൻ്റെ പാസ്റ്ററെ, ഞാൻ ആ സ്ഥലത്ത് ചെന്നിട്ട് അവരെന്നെ ഒന്ന് പൊക്കി പറഞ്ഞില്ല, ഒരു പുകഴ്ത്തി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഇന്നാ വന്നോ പ്രസംഗിച്ചോ എന്ന് പറഞ്ഞോളൂ. ഞാൻ ചത്തുപോയവൻ എന്തേലും പരാതിയുണ്ട്? റവാന്ന് വിളിച്ചില്ലെന്നോ, പായെന്ന് വിളിച്ചില്ലെന്നോ ഒക്കെ പരാതികളാണ്. കാരണം ചത്തിട്ടില്ല ആരും. ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ ചത്തുപോയി എന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നിങ്ങൾ ശരിക്കും ക്രിസ്തുവിൻ്റെ കൂടെ മരിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? അതിനെയാണ് നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു ഐ ഡൈഡ് ആണ് ഫെയ്ത്ത്. ഓക്കെ. അപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് എന്ത് ജീവിതമാണ്? അത് യേശു ക്രിസ്തുവിനെ നോക്കിയുള്ള ജീവിതമാണ്. അവനെ നേടാൻ വേണ്ടിയുള്ള ജീവിതമാണ്. അപ്പൊ ഞാൻ ഈ കൊച്ചുമായിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ചൊരു പാഠം,
എന്നെ കൊണ്ട് നടക്കൂല എന്നുള്ളൊരു പാഠമായിരുന്നു. ഇപ്പൊ സാധാരണഗതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ എഴുതാൻ വേണ്ടി ഹാളിൽ പോയിരിക്കുമ്പം ക്വസ്റ്റ്യൻ പേപ്പർ തന്നപ്പം അത് നോക്കിയപ്പം ഒരക്ഷരം പോലും മനസ്സിലാകുന്നില്ല, ഇത് എവിടെ നിന്ന് വന്ന ചോദ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എന്തൊരവസ്ഥയായിരിക്കുമല്ലേ ഇത്. ഓക്കെ, അപ്പൊ പിന്നെ അവൻ ആകെ കരുണയിൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അവന്റെ പരമാവധിയായി, എന്നിട്ട് അവൻ രക്ഷപ്പെടുന്നില്ല. അപ്പൊ യേശു ക്രിസ്തു നമുക്ക് തന്ന കൽപ്പനകളുടെ ഹെവി ഡിമാൻഡ് നമ്മളെ എല്ലാം ഒരുമാതിരി പൊട്ടന്മാരാക്കി മാറ്റി എന്ന് പറഞ്ഞ് ആരും അനുസരിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ എന്നെ കണ്ട ഓക്കെ, ഓ ചേക്സിനേക്കാളും ഭേദം ഞാനാന്ന് പറയാം. പക്ഷെ വിശ്വാസത്താലുള്ള നീതി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ക്രിസ്തുവിന്റെ നീതിയാണല്ലോ, ഒരുതിനും ഇല്ലാതായി പോയി, എല്ലാം പാപികളാക്കി മാറ്റി. അപ്പൊ ലോകത്തിൽ പാപികൾ മാത്രമേ ഉള്ളൂ, പാപികളല്ലാതെ ഒരാളും ഇല്ല. കാരണം ദൈവം സകലരെയും പാപത്തിന് കീഴ്പ്പെടുത്തി കളഞ്ഞു എന്നാണ് ഗലാത്യ ലേഖനം പറയുന്നത്. ഓക്കെ, നമുക്ക് ഇത്ര നേരം കണ്ട കാര്യങ്ങളൊന്ന് സംഗ്രഹിച്ച് നോക്കാം പെട്ടെന്ന്, എന്നിട്ട് മുമ്പോട്ട് പോകാം. യേശു ക്രിസ്തു നമുക്കായി കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ മരിച്ചു. വിശ്വാസമുണ്ടോ? ഉറച്ചൊന്ന് ഏറ്റെടുത്ത് നോക്കി, ഞാൻ മരിച്ചു, ഇനി ഞാനല്ല ക്രിസ്തുവാണ് ഇനി ജീവിക്കുന്നത്. നേരെ വീട്ടിലോട്ട് ചെല്ലുന്നു, ഭാര്യ ചോദിക്കുന്നു ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? ഡിം. ഇത്ര തീരുമാനം എന്തായിരുന്നു? ഞാൻ മരിച്ചു. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്, ഞാൻ മരിച്ചതാണല്ലോ, ഇനിയിപ്പോ പുള്ളിക്കാരി എന്ത് വല്ലതും പറഞ്ഞോട്ടെ. പിന്നെ പതുക്കെ പതുക്കെ ഭാര്യയുടെ ഡോസ് കൂടാൻ തുടങ്ങി. കൂടിപ്പോയപ്പോഴേക്കും എൻ്റെ കൺട്രോൾ തെറ്റാൻ തുടങ്ങി. അപ്പൊ മരിച്ചിട്ടില്ല. അതുകൊണ്ട് മരിച്ചായിരുന്നെങ്കിൽ ഭർത്താവ് എന്തേലും പറഞ്ഞു, ഭാര്യ എന്തേലും പറഞ്ഞു, ഹൂ കേഴ്സ്? ചത്തുപോയവൻ ചത്തുപോയവൻ കിടന്ന് പറയുമോ ഈ കതിന പോരാ, ഈ പടക്കം പൊട്ടിച്ചോ പോരാ, ഇത്രയും ചരമപ്രസംഗം പ്രസംഗിച്ചാൽ പോരാ, അതെ അവനോടൊക്കെ പോയി ഒന്ന് പറയാൻ പറ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ. പക്ഷെ ഒരു ശവം എഴുന്നേറ്റ് നിന്നേ വരെ പറഞ്ഞിട്ടില്ല, കാരണം റീലി ചത്തതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചാകാത്തവർക്ക് എപ്പോഴും കംപ്ലൈന്റാ, അറിയാമോ നിങ്ങൾക്ക്? കറി ശരിയായില്ല, വീട് ശരിയായില്ല, ആൾക്കാർ ശരിയല്ല, സഭ ശരിയല്ല, പാസ്റ്റർ ശരിയല്ല, ഞാൻ മാത്രം ശരിയാ. കാരണം എന്താ? ഞാൻ മരിച്ചിട്ടില്ല. അപ്പൊ ക്രിസ്തുവിന്റെ കൂടെ ഞാൻ മരിച്ചാൽ പിന്നെ എനിക്ക് ജീവന്റെ ഒരു 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 അവകാശമുണ്ട്. അവന്റെ മരണത്തിൽ ഞാൻ പങ്കാളിയാണെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിലും ഞാൻ പങ്കാളിയാണ്. നിങ്ങൾക്ക് ആ മരണം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ ക്രിസ്തുവിനോട് മരിച്ചു, ഐ ഡൈഡ്. അതെപ്പോഴാണെന്നറിയോ? ഒരു ക്രൂശ് വരുമ്പം മാത്രമേ നമുക്ക് ആദ്യമൊക്കെ മരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഉദാഹരണത്തിന് ഒരു ദിവസം എൻ്റെ പോക്കറ്റിൽ കിടന്ന് 5 രൂപ അടിച്ചുകൊണ്ട് പോയി. എനിക്ക് ഭയങ്കര വിഷമം തോന്നി 5 രൂപയുടെ കാര്യം ഓർത്തിട്ട്. കർത്താവേ, 5 രൂപ കൊണ്ട് എന്തെല്ലാം ചെയ്യാമായിരുന്നു. ചത്തുപോയവനോ നോ പ്രോബ്ലം, അവന്റെ പോക്കറ്റല്ല അവനെ തന്നെ അടിച്ചുകൊണ്ട് പോയാലും അവനൊരു പ്രോബ്ലം ഇല്ല. ബഹുമാനിച്ചില്ല, റവാന്ന് വിളിച്ചില്ല, എന്തൊക്കെ ഗുലുമാലുകളാണ്. ചാവാത്തവരുടെ ബഹളമാണ് സഭയ്ക്കകത്ത്, ചാകാതെ കൊണ്ട് കുഴിച്ചിട്ടവരുടെ. മൈ ഗോഡ്. നമുക്ക് ജയിക്കാൻ ആകെയുള്ളൊരു വഴിയുള്ളൂ, ഫെയ്ത്ത്. ഞാൻ മരിച്ചു എന്ന് വിശ്വസിക്കുക. നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ ചത്തുപോയിന്ന്? ഒരു മോമെന്റിൽ ഞാൻ മരിച്ചു, സകലത്തിനോട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിടുതല. ഇതേതെങ്കിലും പ്രവാചകം കേൾക്കണം, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിടുതലാണ്. മരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നമ്മുടെ വിശുദ്ധീകരണം മരണത്തിനകത്ത് കർത്താവിൻ്റെ കൂടെ മരിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പൊ ഫെയ്ത്തിന്റെ ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ് ഐ എക്സ്പീരിയൻസ് ഹിസ് ഡെത്ത് ഓൺ എ ഡെയിലി ബേസിസ്. എവറി മോമെന്റ് ഐ എക്സ്പീരിയൻസ് ദ പവർ ഓഫ് ഹിസ് ഡെത്ത്. അപ്പൊ കർത്താവ് പറയാണ്, ഈ റോമർ 6:11 വായിക്കോ. റോമർ 6:11. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുകയും. നമ്മളെ കണ്ട അങ്ങനെ തോന്നുന്നില്ല കേട്ടോ.
കണ്ടാൽ വലിയ ലുക്കൊന്നുമില്ല. ആരെ പോലെ? ക്രിസ്തുവിനെ പോലെ. പക്ഷെ നമ്മൾ അങ്ങനെ എണ്ണണം. എങ്ങനെ എണ്ണണം? നമ്മൾ നമ്മളെ തന്നെ കാണുമ്പോൾ ഇങ്ങനെ എണ്ണണം. മരിച്ചവൻ, നീ മരിച്ചവൻ. അപ്പോൾ ഒരുത്തിനപ്പുറത്തുനിന്ന് ഗോഷ്ടി കാണിക്കുന്നു, ഞാൻ മരിച്ചവൻ. മരിച്ചവൻ എത്ര ഗോഷ്ടി കാണിച്ചാലും കുഴപ്പമില്ല. ഭാര്യ എന്തൊക്കെയോ ചീത്ത പറയുന്നു വീട്ടിൽ ചെന്നപ്പോൾ, ഞാൻ മരിച്ചു, ഒരനക്കവും ഇല്ല, ബിക്കോസ് ഐ ഡൈഡ്. അല്ലെങ്കിൽ 4 വാക്ക് ചീത്ത പറഞ്ഞ് 2 വഴക്കുണ്ടാക്കേണ്ട സമയം കഴിഞ്ഞു. അതിനിടയിലാണ് എനിക്ക് പാസ്റ്റർ പ്രസംഗിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാൻ ചത്തുന്ന്. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട് ചത്തുകൊണ്ടിരിക്കുവാണ്. പക്ഷെ വേദപുസ്തകം പറഞ്ഞത് ശരിക്കും ചത്തുകൊണ്ടിരിക്കുവല്ല, ചത്തു തന്നെ. വി ഡൈഡ്. വിശ്വാസമുണ്ടോ? അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ആ വിശ്വാസം ജീവനായി മാറിയാൽ നമ്മൾ വിശദീകരിക്കപ്പെട്ടിരിക്കും. കാരണം നമുക്ക് മരണത്തെ പേടിയില്ലാതാവും, ചുറ്റുമുള്ള ആൾക്കാരെ പേടിയില്ലാതാവും. ഓക്കെ, അപ്പൊ മരണത്തെ നമ്മൾ ഒരിക്കൽ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 5:14. 2 Corinthians chapter 5 verse 14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഉദാഹരണത്തിന് ഇവിടെ 33 ക്യാമറകളുണ്ട്. ഇപ്പം ഇതൊരു ക്ലാസ് റൂമാന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരും ഫീസ് അടയ്ക്കാതെ ഇങ്ങനെ കഷ്ടപ്പെടും, പൈസ ഇല്ലാതെ. അപ്പോഴാണ് ഞാൻ പോയിട്ട് 33 പേരുടെയും കടം വീട്ടിൽ പേ ചെയ്തു. പെയ്ഡ് ഇറ്റ് ഇൻ ഫുൾ. ഈ 33 പേരുടെയും കടം ഞാൻ പൈസ അടച്ച് എഴുതി തള്ളി. ഇതൊരു ക്ലാസ് റൂമാന്ന് വിചാരിച്ചോ? ഞാൻ നിങ്ങളുടെ രക്ഷകർത്താവ് എന്ന് വിചാരിച്ചോ? ഞാൻ കൊണ്ടുവന്ന് ഫീസ് തന്നു, പക്ഷെ രസീത് എഴുതുമ്പോൾ ആരുടെ പേരിലെ പ്രിൻസിപ്പൽ എഴുതുള്ളൂ? അത് ആരുടെ പേരിൽ എഴുതുന്നത്? രസീത് എഴുതുമ്പോൾ നിങ്ങളുടെ കോളേജിലെ പിള്ളേർക്ക് പൈസ കൊടുത്തില്ല, സ്കൂളിൽ പിള്ളേർക്ക് ഫീസ് അടച്ചു, പിള്ളേരുടെ പേരിൽ എഴുതുന്നല്ലേ രസീത്. ഇന്നേ വരെ നിങ്ങൾ അപ്പന്റെ പേരിൽ രസീത് മേടിച്ചിട്ടുണ്ടോ? വല്ല എന്താ അഡ്മിഷൻ ഫീസ് എല്ലാം മേടിച്ചു കാണും, പക്ഷെ ട്യൂഷൻ ഫീസ് അടയ്ക്കുന്ന എല്ലാം പിള്ളേരുടെ പേരിൽ എഴുതുള്ളൂ. അപ്പോ ഒരാളാ ഫീസ് അടച്ചത്, പക്ഷെ പേര് രസീത് എഴുതിയപ്പോ എത്ര പേരുടെ എഴുതിയത്? ആർക്കൊക്കെ വേണ്ടി അടച്ചോ അവരുടെ എല്ലാം രസീത് എഴുതി. വേറൊരു ഭാഷ പറഞ്ഞാല്, ക്രിസ്തു മരിച്ചപ്പം, മരിച്ചത് ക്രിസ്തു ആണെങ്കിലും നമ്മളെ നീതിമാനായിട്ട് എണ്ണി. കാരണം അവൻ മരിച്ചപ്പം ഞാൻ മരിച്ചതായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. വെൻ ഹി ഡൈഡ് ഐ ഡൈഡ്. അപ്പൊ സ്വർഗത്തോട് ചെല്ലുമ്പോൾ ദൈവം പറയാണ്, ചെയ്സ് മരിച്ചതാ. എപ്പോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂസിൽ കർത്താവിനോട് മരിച്ചു. അപ്പൊ ഇനി എനിക്ക് മരിക്കണ്ട. കാരണം എന്റെ മരണം കഴിഞ്ഞു. ഒരു മരണം എനിക്ക് വിധി ഉണ്ടായിരുന്നു. ലോകത്തുള്ള സകല മനുഷ്യരും മരിക്കണമായിരുന്നു, ഞാനും മരിക്കണമായിരുന്നു. പക്ഷെ ഇതിനിടയിൽ കർത്താവ് ഒന്ന് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചു. എന്റെ മരണം അവൻ അങ്ങ് മരിച്ചു. അപ്പൊ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, എഗെയിൻ, ഇപ്പൊ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞല്ലേ, വേറൊരു ഭാഷയിൽ നിന്ന് അപ്പൻ ഫീസ് അടച്ചു 4 മക്കൾക്ക്. 4 മക്കൾക്ക് രസീതില് ഫീസ് അടച്ചൊന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പന അടച്ചത്, ക്രിസ്തുവാണ് മരണം നേരിട്ടത്. പക്ഷെ എന്നെ എല്ലാം ആ കണക്കിൽപ്പെടുത്തി. ക്രിസ്തുവിലുള്ളവരെല്ലാവരും കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും ഉത്തരവാദിയായി. എന്ന് പറഞ്ഞാൽ when Christ died, I died. അവൻ മരിച്ചപ്പം ഞാനും മരിച്ചു. ശരിക്കും മരിച്ചോ? യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ ശരിക്കും മരിച്ചോ എന്നറിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാ? പട്ടാളക്കാർ വന്ന് കുന്തം കൊണ്ട് കുത്തി നോക്കി, അപ്പൊ ശരിക്കും മരിച്ചായിരുന്നു. നമ്മൾ ശരിക്കും മരിച്ചത് എങ്ങനെ പരിശോധിക്കാം? കുന്തം കൊണ്ട് കുത്തി പരിശോധിക്കാം. അങ്ങനെ കുത്താനുള്ളവരെ നിങ്ങളുടെ വീട്ടിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും. ഒരിടയ്ക്ക് ഒരു കുത്ത് തരും. ഞാൻ ചാടി എഴുന്നിട്ട് പറയും, നിങ്ങൾക്ക് നടങ്ങിയിരുന്നാൽ എന്താ കുഴപ്പം ചോദിക്കും. കാരണം ചത്തിട്ടില്ല.
ഈ കുത്താൻ നടക്കുന്നവനും ചത്തിട്ടില്ല, കുത്തു വാങ്ങിക്കുന്നവനും ചത്തിട്ടില്ല. ചത്തു കഴിഞ്ഞാൽ പിന്നെ കുത്തു കൊടുക്കാനും പോകേണ്ട കാര്യമില്ല, വാങ്ങിക്കാനും പോകേണ്ട കാര്യമില്ല. ബിക്കോസ് വി ഡൈഡ് ടു എവറിത്തിങ്. അങ്ങനെ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ ഈ ലോകത്ത്. വേറെ ഒരു തരത്തിലും നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റിയല്ല. അവന്റെ മരണത്തിൽ പങ്കാളിയായി അവന്റെ ജീവന്റെ അവകാശത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ, പാപത്തെ ജയിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 3 മുതൽ 7 വരെ വായിച്ചു. 6, 7 കൂടെ ഒന്നിച്ച് വായിക്കാം, ഒന്നിച്ച് ചേർത്ത് വായിക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ആരാ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നത്? അങ്ങനെ മരിച്ചവൻ. എങ്ങനെ മരിച്ചവൻ? 6-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അറിയുന്നുണ്ടോ നിങ്ങളത്? അറിയുന്നതിനെയാണ് നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഐ എം എ പാർട്ടേക്കർ ഇൻ ഹിസ് ഡെത്ത്. അതറിയണം. ക്രിസ്തു മരിച്ചപ്പം ഞാനും മരിച്ചു. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും. പണ്ഡിറ്റ് വേദപ്രകാശ് എന്ന് പറഞ്ഞ ഒരാള് നോർത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിൽ ഒരു സെക്രട്ടറി ആയിരുന്നു പുള്ളി. പുള്ളിക്ക് ഭാര്യയെ തല്ലുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് ആർക്കെങ്കിലും ആ സ്വഭാവം ഉണ്ടെങ്കിൽ മുട്ടൽ കുത്തി നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചോ, കർത്താവ് പാപമോചനം തരാൻ വേണ്ടി. കാരണം ദാറ്റ്സ് എ ബിഗ് ഓഫൻസ് ബിഫോർ ഗോഡ്. ഓക്കെ, അതായത് ഞാൻ മരിക്കാത്തതുകൊണ്ടാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്തായാലും കേൾക്കുമ്പോൾ എൻ്റെ കൺട്രോൾ വിട്ടു പോകുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ഐ ഡിഡ് നോട്ട് ഡൈ. ഐ എം നോട്ട് എക്സ്പീരിയൻസിങ് ഹിസ് സാങ്ക്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ അവന്റെ ക്രൂശിൽ നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പരാതിയുമില്ല. വി ഡൈഡ് ടു എവറിത്തിങ്. വി ഡൈഡ് ടു എവറിത്തിങ്. വിശ്വാസമുണ്ടോ? കാണുന്നുണ്ടോ? അങ്ങനെ ഏറ്റുപറയാൻ പറ്റുന്നുണ്ടോ? ഐ ഡൈഡ്. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റുപറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയാളികളായി നടക്കും. കാരണം നിങ്ങൾ ഡൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് അവൈലബിൾ ആവും. അതുപോലെ ഈ സഹോദരി ഇവരെന്നും വന്ന് പുള്ളിക്കാരൻ ഈ ഭാര്യ ഇടിക്കുമായിരുന്നു. നല്ല അടി കൊടുക്കും. ഒരു ദിവസം ഈ പുള്ളി ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം അയാൾ സോഫയിൽ പോയിരുന്നു. ഭാര്യ അടുത്ത് മുട്ടുകുത്തി നിന്നിട്ട് ഷൂസ് ഊരാൻ തുടങ്ങി. ഇയാൾ ആ ഷൂസ് ഇട്ട് ഒറ്റ ചവിട്ട് വെച്ച് കൊടുത്തു. ഇവർ തെറിച്ചു പോയി ഭിത്തിയിൽ തലയടിച്ച് വീണു. ഭയങ്കരമായിട്ട് ബ്ലഡ് പോയി. ഇവരുടനെ ഒരു ഒത്തിരിയും എടുത്ത് ഒരു റുമാലെടുത്ത് ആ മുറിവങ്ങ് അങ്ങ് വലിച്ചം കെട്ടി. എന്നിട്ട് പിന്നെയും പോയി മുട്ടുകുത്തി നിന്ന് ആ ചെരുപ്പിന് ബാക്കി അഴിക്കാൻ തുടങ്ങി. ഉടനെ ഈ ഭർത്താവ് ചോദിച്ചു, ഭർത്താവ് നിലത്തോട്ടിരുന്നു. ഇരുന്നിട്ട് ചോദിച്ചു, എന്നെപ്പോലൊരു മൃഗത്തെ സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെയാണ് പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഈ സഹോദരി പറഞ്ഞു, ഞാൻ മരിച്ചു, ജീവിക്കുന്ന ക്രിസ്തുവാണ്, കർത്താവാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, കർത്താവിന് എത്ര കുത്തുകൊണ്ടാലും കുഴപ്പമില്ല. എന്താ പവർഫുൾ ലൈഫ് എന്നറിയോ? ഈ മനുഷ്യൻ നിലത്തിരുന്ന് നിലവിളിച്ചു. പുള്ളി സുവിശേഷ പ്രസംഗനായി മാറി. 90 വയസ്സിന് മേളിലുള്ളപ്പോൾ അദ്ദേഹം ദമോ എന്ന് പറയുന്ന സ്ഥലത്ത് മധ്യപ്രദേശിൽ കൺവെൻഷൻ വന്നിട്ട് പോകുന്ന ഞാൻ കണ്ടു. കുഞ്ഞു കാര്യങ്ങളിൽ ഐ എക്സ്പീരിയൻസ് ദ ഡെത്ത്. ആ സഹോദരി ആ മരണം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ ക്രിസ്തുവിന്റെ ജീവനെ വെളിപ്പെടുത്താൻ കഴിഞ്ഞു. നമ്മൾ ചെറിയ കാര്യം വരുമ്പോഴേക്കും അങ്ങ് പരാതി പെട്ടി അങ്ങ് തുറക്കുക. എൻ്റെ ഭർത്താവ് ഇന്നലെ എന്നോട് മിണ്ടിയില്ല,
ഞാൻ ഉണ്ടാക്കി വെച്ച് മാങ്ങാം, അല്ല മീനെല്ലാം ബാക്കി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാം. പെണ്ണുങ്ങൾക്ക് അതൊക്കെ മതി. മുഴുവൻ സമയം ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്നോടൊന്നും മിണ്ടുന്നില്ല. ഇഷ്ടം പോലെ മിണ്ടുന്നുണ്ട്, മിണ്ടി 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 ഈ എന്താ മിണ്ടാൻ സമ്മതിച്ചിട്ട് വേണ്ടല്ലേ, ഭാര്യ തന്നെ ആയിരിക്കും കൂടുതലും മിണ്ടുന്നത്. ഞാൻ ചുമ്മാ കളിയാക്കുന്ന കേട്ടോ, കാര്യമായിട്ടല്ല. അല്ല ശരി, ചുമ്മാ കളിയാക്കുന്നത് പറയാൻ പാടില്ലല്ലേ, ചുമ്മാ പറയുന്നത്, കളിയാക്കുന്നതല്ല. ആകെ കുളമായി. എന്തേലും ആട്ടെ. ഓക്കെ, ഇപ്പൊ മരണം എന്താന്ന് മനസ്സിലായല്ലോ. എന്താ? പരാതികളില്ലാതാവുക. എനിക്ക് കർത്താവ് ഏത് ജീവിതം എവിടെ വെച്ചാലും സന്തോഷം. ചത്തുപോയവൻ എവിടെ ഇരുത്തിയാലും കുഴപ്പമില്ല. ഹീ ഡസ് നോട്ട് മൈൻഡ്. അവനെ കത്തിച്ചു കളഞ്ഞാലും അവന് വേദനിക്കത്തില്ല. ബിക്കോസ് ഹി ഹാസ് ലെഫ്റ്റ് ദിസ് വേൾഡ്. ഇങ്ങനെ മരിക്കാൻ താല്പര്യമുണ്ടോ? എൻ്റെ ദൈവം, എന്തൊക്കെയാണോ ഈ മനുഷ്യൻ ചോദിക്കുന്നത്. മരിക്കാൻ താല്പര്യമുണ്ടോ? എങ്ങനെ മരിക്കാനാ? ശരീരം കൊണ്ടുപോയി മരിക്കാനല്ല, ഈ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകാൻ താല്പര്യമുണ്ടോ? ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ എ പാർട്ട്ണർ ബിസിനസ് വിത്ത് ക്രൈസ്റ്റ്? ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം ഈ സ്പൗസൽ വയലൻസ്. ഇന്നും കൂടെ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ, ഒരു സഹോദരിനെ അവരുടെ ഭർത്താവ് അടിച്ചു പഞ്ചറാക്കി വെച്ചിട്ടുണ്ട്. ആണുങ്ങൾക്ക് ഇതൊട്ടും ഭൂഷണമല്ല. ശക്തി കുറഞ്ഞ ആളുകളുടെ പുറത്ത് നമ്മുടെ ശക്തി കാണിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്രോപ്പർ. നിങ്ങൾ മിടുക്കനും വീരനും ആണെങ്കിൽ ആരെ അടിക്കണം എന്നറിയോ? നിങ്ങളെക്കാൾ ശക്തിയുള്ള ഒരുത്തിനെ പേടിച്ചിട്ട് വരണം. അത് പറ്റില്ല. ശക്തി കുറഞ്ഞ ആൾക്കാരെ കുലിച്ചു നിർത്തി ഇടിച്ചോണ്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഐ ഡൈഡ്. പാസ്റ്ററെ എന്താ വലിയൊരു മീറ്റിങ്ങിന് വിളിച്ചേക്കുവാ. ഞാൻ ചത്തുപോയി. പോയില്ല, അത്രേ ഉള്ളൂ. എക്സൈറ്റ്മെന്റ് ഇല്ല. ചത്തുപോയതിന് എന്ത് എക്സൈറ്റ്മെന്റ്? നത്തിങ്. അപ്പൊ ഈ മരണം ഭയങ്കര പവർഫുള്ളാ. ഈ ക്രിസ്തുവിന്റെ നീതി ലഭിക്കാൻ നമുക്ക് ഈ മരണത്തിന്റെ പ്രോസസ് ആവശ്യമാണ്. അവന്റെ കൂടെ മരണത്തിന്റെ അനുഭവം നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. അതിനാണ് നമ്മൾ സ്നാനപ്പെട്ടത്. പക്ഷെ അന്ന് സ്നാനപ്പെടുമ്പോൾ ഈ ബോധം ഉണ്ടായിരുന്നില്ല, എനിക്കില്ലായിരുന്നു. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, എൻ്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനായിട്ട് സ്തോത്രം. അവന്റെ മരണത്തിന്റെ സദൃശ്യത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായാൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സദൃശ്യത്തോടും ഏകീഭവിക്കും. ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തു മരിച്ചപ്പോൾ ഞാൻ അവന്റെ കൂടെ മരിച്ചു എന്നുള്ളത് ഒരു നിത്യസത്യമാണ്. അത് വേദപുസ്തകത്തിൽ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു വിശ്വാസ വിഷയം കൂടിയാണ്. ഐ ഡൈഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് നൗ ഹി ഈസ് ലിവിങ്. കർത്താവ് വസിക്കുന്നു, വാഴുന്നു. ബിക്കോസ് ഐ എം നോട്ട് ദെയർ. ഞാൻ ചത്തുപോയിട്ട്. ഞാൻ ചാകാത്തിടത്ത് കർത്താവ് വാഴുന്നില്ല. കാരണം വാഴാൻ ഞാൻ സമ്മതിക്കൂല. ഓക്കെ, അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് ഫെയ്ത്ത്. ഈ ഫെയ്ത്ത് അവന്റെ മരണ പുനരുത്ഥാനങ്ങളോടുള്ള നമ്മുടെ ഏകീഭാവം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ നീതി നമുക്ക് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്കത് പ്രവർത്തിക്കാൻ നല്ല തോന്നിയത്, മരിച്ചേക്കാന്നാ തോന്നിയത്. നമുക്കത് ഒരു പാസേജും കൂടെ നമുക്ക് വായിക്കാം ഇന്ന് ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. ഓക്കെ, എങ്ങനെയാണ് വിശ്വാസത്താൽ നീതീകരണം സംഭവിക്കുന്നത്? ഇതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ വിശ്വാസം കൊണ്ട് മാത്രം നീതിമാന്മാരാകുന്നത്? നമുക്ക് റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം മുതൽ 30-ാം വാക്യം മുതൽ വായിക്കാം. റോമാലേഖനം. ആകയാൽ നാം എന്ത് പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ച് വിശ്വാസത്താലുള്ള നീതി തന്നെ നീതിയുടെ പ്രമാണം പിന്തുടരുന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടിച്ച കല്ലിന്മേൽ തട്ടി ഇടറി. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ച കല്ലും തടങ്കൽ പാറയും വെക്കുന്നു,
അവനിൽ വിശ്വസിക്കുന്നവൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ, നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നു, നീതിയെക്കുറിച്ച് മൈൻഡ് ചെയ്യാത്ത വേറൊരു കൂട്ടം ഉണ്ടായിരുന്നു. ആരാണ് നീതിയെക്കുറിച്ച് കൂടുതൽ മൈൻഡ് ചെയ്തത്? ഇസ്രായേൽ മക്കളാണ്. എന്നാൽ നീതിയുടെ പ്രമാണം പിന്തുടരാതിരുന്ന അനേകം ജാതികൾ അവരുടെ ചുറ്റും ഉണ്ടായിരുന്നു. ഇതെന്ത് ഗുട്ടൻസ് ആണ്? എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ ജാതികൾ വിശ്വാസം കണ്ടെത്തുകയും ഇസ്രായേലിന് അത് കണ്ടെത്താൻ കഴിയാതെ പോവുകയും ചെയ്തത്? ഇപ്പൊ നമ്മള് പെന്തക്കോസ്തുകാർ തന്നെയല്ലേ അല്ലേ? ആണല്ലോ. ഓക്കെ, നമുക്ക് ഈ നീതിമാന്മാരാകാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ട ഉടനെ ഒരു നീതിമാനാകാൻ വേണ്ടി ശ്രമിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ ശ്രമിക്കാം? ബ്രദറെ, മണവാട്ടിക്ക് മീശയില്ലാട്ടോ, എന്നാ പിന്നെ പഠിച്ചേക്കാം. അനുസരിച്ചു. ഒന്നാമത്തെ അനുസരണമായി. 2, ബ്രദറെ, ഈ എല്ലാവരും വെള്ള ധരിച്ചവരായിട്ടാണ് സ്വർഗത്തിൽ കാണുന്നത്, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വെള്ളയിടണം. ഓക്കെ, 2 കാര്യങ്ങളായി. ഇങ്ങനെ വർദ്ധിച്ചു വന്ന് നമുക്ക് ഒരു നീതി ഉണ്ടായി വന്നു. അത് നമ്മളെല്ലാവരും അനുസരിക്കുന്നുണ്ടല്ലേ? ആ നീതി നമ്മളെല്ലാവരും അനുസരിക്കുന്നുണ്ട്. അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് തിളയ്ക്കും രക്തം. പക്ഷെ ഈ നീതി എന്ന് പറഞ്ഞ് തിളയ്ക്കുന്നവർക്കൊന്നും ക്രിസ്തുവിന്റെ നീതി എന്ന് പറഞ്ഞ് തിളയ്ക്കുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടത്? ഏതെങ്കിലും സഭയിൽ നിങ്ങളുടെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കും എന്നുള്ള കൽപ്പനയുടെ മുമ്പിൽ തിളയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? വെള്ളവസ്ത്രം ധരിക്കാത്തതിനും പുറമേ ഉള്ളതിനും വേണ്ടി തിളയ്ക്കുന്ന ഒരു സഭയും, വിശുദ്ധിക്ക് വേണ്ടി നിന്നു എന്ന് പറയുന്ന ഒരു സഭയും, നീ എന്തുകൊണ്ടാണ് നിന്റെ സ്വത്ത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കാത്തതെന്ന് ചോദിച്ചിട്ടില്ലല്ലേ? നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അനുസരിക്കാൻ പറ്റുന്ന കുറെ നിയമങ്ങൾ കണ്ടുപിടിച്ചു. മീശ പഠിച്ചും ഫുൾ സ്ലീവ് ഇട്ടും. അത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഫുൾ സ്ലീവ് ഇടണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ക്ലീൻ ഷേവ് ചെയ്യണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ ആവേശപൂർവ്വം അനുസരിക്കുന്ന എല്ലാ കൽപ്പനകളും ഒരു പേപ്പറിലോട്ട് എഴുതി നോക്കി, ഒരെണ്ണം പോലും കർത്താവ് പറഞ്ഞിട്ടുള്ളതായിരിക്കില്ല. ബ്രദറെ, വെള്ളിയാഴ്ച ദിവസം ഉപവാസ പ്രാർത്ഥന എടുക്കണം, ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അതേ മുസ്ലിങ്ങളുടെ പോരാടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച രാവിലെ. എന്നോട് പറഞ്ഞ ഒരാള്, അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, വെള്ളിയാഴ്ച ദിവസം അവരുടെ ദിവസമാണ്, അതുകൊണ്ട് അതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഇവിടെ കുറെ പേര് വർഷങ്ങളായിട്ട് ദേശാധിപ ശക്തിയെ ബന്ധിക്കുന്നു, അതിനെ ബന്ധിക്കുന്നു, ഇതിനെ ബന്ധിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇതെല്ലാം ഊടാടി പിന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അല്ലേ? അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അനുസരിച്ച് നമ്മളൊരു നീതി ഉണ്ടാക്കി വെച്ചു. ഇത് നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാം. മീശ പഠിച്ചു, 5 കിലോ വെയിറ്റ് എടുത്തു. വെള്ളവസ്ത്രം ഇട്ടു, 10 കിലോ ആക്കി അത് മാറ്റി. ഞാൻ 10 കിലോ എടുക്കും കേട്ടോ. ഒരു നിമിഷത്തേക്ക് ഈ പാസ്റ്റർ ഒരു ജാതീയനും ഞാനൊരു യഹൂദനാന്ന് വിചാരിച്ചു, കുറച്ച് നേരത്തേക്ക് കേട്ടോ. അപ്പൊ ഞാനിപ്പോ 10 കിലോ എടുത്തു. പാസ്റ്റർ എന്തെടുത്തു? ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ എനിക്കത് സന്തോഷമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാസ്റ്റർ നോക്കുക, എടുത്തിട്ടില്ല അല്ലെ, ഞാൻ ഇതാ എടുക്കുന്നു, അടുത്ത 5 എണ്ണം. ആശുപത്രി പോകുന്നില്ല ഇനിമേല. ഡിം. അപ്പൊ എത്ര കിലോ ആയി? 10 കിലോ എടുത്തവനത് 20 കിലോ ആയി മൊത്തം. അങ്ങനെ പറഞ്ഞ് ആഭരണം തൊട്ട്, വസ്ത്രം തൊട്ട്, ചെരുപ്പ് തൊട്ട്, തലമുടി തൊട്ട്, എല്ലാത്തിനകത്തും നമ്മൾ എന്ത് ചെയ്തു? പെർഫെക്റ്റായി, സ്ട്രിക്റ്റായി. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര കിലോ എടുത്തു? എല്ലാം കൂടെ ഒരു 75 കിലോ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ പാസ്റ്റർ 1/2 കിലോ പോലും എടുത്തിട്ടില്ല. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പലരും ഇങ്ങനത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ ലോകത്തിൽ എന്നെ നീ ആക്കി അപ്പുറത്ത് നിൽക്കുന്ന പാസ്റ്ററെ പോലെ എന്നെ ആക്കാഞ്ഞതിനായിട്ട് സ്തോത്രം. അല്ലേ? അങ്ങനെ പറയുന്നേ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വയനീതിക്കാരായി 75 കിലോ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കർത്താവ് വന്നിട്ട് ഈ വെയിറ്റ് ഈ കർത്താവിന് വരുന്ന വെയിറ്റ് അങ്ങ് തുറന്ന് കാണിക്കുകയാണ്. എന്നിട്ട് പറയാം, ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം, നോക്കി 500 കിലോ.
75 കിലോ ശ്വാസം പിടിച്ചെടുത്തവൻ അവിടെ ഒരുത്തനുണ്ട്. അവനാണ് ഉള്ളതിൽ മല്ലൻ. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 500 കിലോയാണ്. ഇവൻ വെള്ളം കുടിച്ചു. ടൗൺ ആയതുകൊണ്ട് വെള്ളം കിട്ടാനുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. 500 കിലോ എടുത്ത് പൊക്കി. പൊക്കുവോ? അവൻ പൊക്കുവോ? ഇല്ല, പൊക്കില്ല. ആൾക്കാരെല്ലാം നോക്കി ഇവൻ പൊക്കുമായിരിക്കും. അവൻ പൊക്കൂല. അവനാണ് ഉള്ളതിൽ എക്സ്പെർട്ട്. അവൻ വെള്ളം കുടിച്ചു, മടമടാന്ന് വെള്ളം കുടിച്ചു. 75 കിലോ 80 ആക്കി കാണും. അത് കൂടുതൽ നടക്കില്ല. അപ്പൊ ഇസ്രായേൽ മക്കള് വിചാരിച്ചു കർത്താവ് വരുമ്പം നമ്മുടെ ഇടയിലേക്കായിരിക്കും വരുന്നത്. കാരണമാണല്ലോ നമ്മളാണല്ലോ മീശ പഠിച്ച് ആഭരണം ഒരു വെള്ളവസ്ത്രം ഇട്ട് നടക്കുന്നവര്. അപ്പം സ്വാഭാവികമായിട്ട് എങ്ങോട്ടേ വരുള്ളൂ? നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ലേ? കർത്താവ് നിങ്ങളുടെ നാട്ടിൽ വരുവാണെങ്കിൽ നിങ്ങളുടെ സഭയിൽ വരും, അതോ മീൻചന്തയിൽ പോവും, അതോ വഴിയിൽ പോവും? കർത്താവ് ഇവിടെയൊക്കെ ആയിരിക്കും. ഏതെങ്കിലും പാവികളെ രക്ഷിക്കാൻ പോവായിരിക്കും ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ 500 കിലോ വെയിറ്റ് വന്നപ്പോഴേക്കും ഇവർക്ക് അതൊരു ഇടർച്ചക്കല്ലായി മാറി. അവരെ ഇടർച്ചക്കല്ലിൽ തട്ടി ഇടറിപ്പോയി. എന്നാൽ ആദ്യം തൊട്ട് 1 കിലോ വെയിറ്റ് ഇവരെടുക്കാരുന്ന പാസ്റ്റർ എന്നറിയോ ഈ 500 കിലോ വെയിറ്റ് കണ്ടപ്പോഴേക്കും അപ്പൊ തന്നെ മനസ്സിലായി ഈ യഹൂദൻ 75 കിലോ എടുക്കുന്ന കണ്ടപ്പോ ഇവൻ ഞെട്ടി. അവരെടുക്കുന്ന ഇങ്ങനെ എൻജോയ് ചെയ്ത് നോക്കി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് കർത്താവ് വന്നിട്ട് 500 കിലോ വെയിറ്റ് എടുത്ത് വയ്ക്കുന്നു. അപ്പൊ ജാതീയനായ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? കർത്താവേ എന്നെ രക്ഷിക്കണേ എന്നൊരു നിലവിളി എൻ്റെ ഉള്ളിൽ നിന്നുണ്ടായി. കാരണം എനിക്ക് എന്നിൽ കോൺഫിഡൻസ് ഇല്ല. എനിക്ക് എടുത്ത് മാറ്റാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസും ഇല്ല, സ്വയനീതി ഇല്ല. കാരണം അത്ര ഭയങ്കര സാധനം അവിടെ കൊണ്ടുവച്ചേക്കുന്നത്. ഞാൻ കർത്താവിന്റെ നിലവിളിച്ച് എൻ്റെ കർത്താവേ എന്നെ രക്ഷിക്കണേ. അതാണ് വിശ്വാസമുള്ള നീതി അങ്ങനെ ഉണ്ടാകുന്നത്. സംതിങ് ടു ഹൈ ഫോർ us. അത് കാണുമ്പോൾ ഞാൻ നിലവിളിക്കുക, കർത്താവേ രക്ഷിക്കണേ. അപ്പൊ 500 കിലോ റൈച്ചസ്നെസ് നമുക്ക് എന്താ തന്നത്? നമ്മുടെ ഒറിജിനൽ സ്വഭാവം കാണിച്ചു തന്നു. നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്നുള്ള സത്യം. നൂറ് കിലോ വെയിറ്റ് എന്താ കാണിച്ചു തരുന്നേ? ശ്രമിക്കട, 75 എടുത്തതല്ലേടാ, ഒന്നും കൂടെ ഒന്ന് ശ്വാസം പിടിച്ചു നോക്ക്. 500 കിലോ എന്താ അവനോട് സംസാരിക്കുന്നത്? വെറുതെ അഭ്യാസം എടുക്കണ്ട, നിന്നെ കൊണ്ട് നടക്കാൻ പോകുന്നില്ല. ഇതല്ലേ 500 കിലോ വെയിറ്റ് സംസാരിക്കുന്നത്. അപ്പൊ ജാതികൾ, ഇനി ഇത് വായിച്ചു നോക്കി 9-ാം അധ്യായത്തിന്റെ 31 മുതൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, വായിച്ചു നോക്കി. 30, 31, 33. അല്ല, മനസ്സിൽ വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന്? ഓക്കെ. എന്താ ഇവിടെ പറയുന്നത്? ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തറങ്ങൽ പാറയും വെക്കുന്നു. അപ്പം സിയോനിലേക്ക് കർത്താവ് കൊണ്ടുവന്നൊരു നിയമം കൊണ്ടു വെച്ചു. അത് ആര് തട്ടിയാലും വീഴുന്നൊരു നിയമം കൊണ്ടുവച്ചു. ഹെവി ആയിരുന്നു. അത് കർത്താവ് മാത്രമേ അനുസരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി 10-ാം അധ്യായത്തിലേക്ക് വരും പറയാണ്, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും, പരിജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ വക പരിപാടികൾ പറഞ്ഞ് നടക്കില്ലായിരുന്നു. പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. ഞാനും പറയട്ടെ, നിങ്ങൾ എരിവുള്ള ഒരാളെ കണ്ടാൽ ഉറപ്പാണ് അയാൾ അനുസരിക്കുന്ന ദൈവത്തിന്റെ പ്രമാണമല്ല. ഉറപ്പാത്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂട്ടായ്മയിൽ വരുന്ന ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്റർ, ഒരു ഞങ്ങളുടെ വീടിനടുത്തൊരു വലിയ കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ ചെന്താണ്, അവിടുത്തെ കൊച്ചിന് ബോധക്കേടുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് വീഴുവാ, ഫിറ്റ്സ് ഉണ്ടായിട്ട്, ഫിറ്റ്സ് അല്ല എന്തോ പ്രശ്നം ഉണ്ടായിട്ട് വീഴുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ പാസ്റ്റർ, അല്ല, അവളുടെ അപ്പന് ഹോസ്പിറ്റലിൽ വിശ്വാസമില്ല, ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, നാട്ടുകാർ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് മര്യാദയ്ക്ക് പോകുന്നതായിരിക്കും നമുക്ക് എല്ലാവരുടെ ആരോഗ്യത്തിനും നല്ലത്. അല്ലെങ്കിൽ നാട്ടുകാരെങ്ങനെ പെരുമാറും എന്നുള്ള കാര്യം പിന്നീടായിരിക്കും മനസ്സിലാകുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ, എന്ത് ചെയ്താൽ പോകില്ല, ഹോസ്പിറ്റലിൽ പോകില്ല, പ്രാർത്ഥിക്കാൻ, എന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തോട്ട് നടക്കുക. ആ പാസ്റ്റർ പ്രാർത്ഥിക്കട്ടെ, ഈ പാസ്റ്റർ പ്രാർത്ഥിക്കട്ടെ. ഞാൻ പറഞ്ഞു, ദൈവത്തിൽ ആദ്യം വിശ്വാസം വേണം. അതില്ലാതെ ഇങ്ങനെയുള്ള കൽപ്പനകളുമായിട്ട് നടന്നാലുള്ള അവസ്ഥ എന്താ? ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഇവരുടെ അടുത്ത് കറങ്ങേണ്ട കാര്യമുണ്ടോ? ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സഹോദര,
സഹോദരന് വിശ്വാസം ഉണ്ടെങ്കിൽ സഹോദരന് രോഗം വരുമ്പോൾ എങ്ങും പോകണ്ട, ഇവിടെ കുത്തിയിരുന്നു. പക്ഷെ ആ കൊച്ചിനെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ കൊച്ചിന് ഇങ്ങനത്തെ വിശ്വാസത്തിന്റെ തീരുമാനമൊന്നും ഇല്ല, അത് കുഞ്ഞു കൊച്ചാ. അതുകൊണ്ട് അവന് മരുന്ന് നിഷേധിക്കാൻ വേറൊരു വ്യക്തിയുടെ ശരീരത്തിൽ മരുന്ന് വേണോ വേണ്ടോ തീരുമാനിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞു. പുള്ളി കുറെ തർക്കിച്ചെങ്കിൽ അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്താ നീതിമാനാന്നറിയോ? നമ്മളൊക്കെ കിടുകിട വിറയ്ക്കും അവരുടെ മുമ്പിൽ. ചില വിശുദ്ധന്മാരെ കണ്ട പിള്ളേര് പേടിച്ചു കൂടും. അവര് ഭയങ്കര ഗൗരവമായിരിക്കും. ചിരിച്ചാൽ ഈ വിശുദ്ധി പല്ലിനിടയിലോട്ട് താഴെ വീഴുന്ന അവർ വിചാരിച്ചിരിക്കുന്നു, അത്ര ഭയങ്കര ഗൗരവം. ഇതെല്ലാം ഈ സ്വയനീതിയുടെ ഫലമാണ്. വെയിറ്റ് പൊക്കി അഭ്യാസം തികഞ്ഞ ആൾക്കാരാ പെന്തക്കോസ്തുകാരിൽ വലിയൊരു പങ്ക്. വേറെ ഒരു പങ്കിന് നിയമം എന്താണെന്ന് അറിയാൻ മേല, നീതി എന്താണെന്ന് അറിയാൻ മേല, വരുന്നത് കാണാമെന്ന് പറഞ്ഞ് ഉഴപ്പി ജീവിക്കുന്ന ഒരു സംഘവും, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു 2-3 എളുപ്പമുള്ള കൽപ്പനകൾ അനുസരിച്ചിട്ട് വലിയ നീതിമാന്മാരായി മാറിയ സംഘവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ജാതികൾ ഇത് പ്രാപിച്ചു. എങ്ങനെ പ്രാപിച്ചു? വിശ്വാസത്താൽ അത് പ്രാപിച്ചു. കാരണം അവരുടെ ഒന്നുമില്ലായിരുന്നു, അതുകൊണ്ട് അവർക്ക് വിശ്വാസം ഉണ്ടായത്. ബാക്കിയുള്ളവർ ജഡം കൊണ്ട് പരിശ്രമിച്ചു, തോറ്റുപോയി. അടുത്ത വാക്യം ഇങ്ങനെയാണ്. അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് അവർ കീഴ്പ്പെട്ടില്ല. കാരണം അവർ സ്വന്തം നീതി സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. ദൈവം പറഞ്ഞ കൽപ്പനകൾ അവർ നോക്കിയില്ല, പക്ഷെ മനുഷ്യരുടെ കുറെ കൽപ്പനകൾ അവരനുസരിച്ചു, നീതിമാന്മാരെന്ന് വിചാരിച്ചു. അടുത്ത വാക്യം, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ഇപ്പൊ 2 തരം ആൾക്കാരാണ്. ഒന്ന് ന്യായപ്രമാണം അനുസരിക്കുന്നവരും, ഒന്ന് വിശ്വാസത്താൽ പോകുന്നവരും. 5-ാം വാക്യം ഞാൻ പെട്ടെന്ന് ഇത് തീർക്കാം. 5-ാം വാക്യം പറയുന്നത്, ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നില്ല. അപ്പൊ ന്യായപ്രമാണത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇത് ചെയ്തവൻ ജീവിക്കുന്ന, ചെയ്യാത്തവനെ കൊന്നുകളയും അല്ലെങ്കിൽ നശിച്ചു പോകും. ചെയ്തവൻ മാത്രം ജീവിക്കുന്നു. അപ്പൊ വിശ്വാസത്താലുള്ള നീതിയാണോ പ്രവൃത്തിയാലുള്ള നീതിയാണോ? പ്രവൃത്തിയാലുള്ള നീതിയാണ്, അല്ലേ? വിശ്വാസത്താലുള്ള നീതി എന്ത് പറയുന്നു നോക്കിയേ. ഈ വണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വെച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. ഓക്കെ, എന്താ ഇങ്ങനെ പറഞ്ഞേക്കുന്നേ? എങ്ങനെ 2 നീതി വർക്ക് ചെയ്യുന്നു? ഒരു നീതി എന്ന് പറയുന്നത് പ്രവൃത്തിയാൽ വർക്ക് ചെയ്യുന്ന നീതിയാണ്. അതായത് പറഞ്ഞ അനുസരിക്കണം. മറ്റേത് വിശ്വാസത്താൽ വർക്ക് ചെയ്യുന്ന നീതിയാണ്, അതും അനുസരിക്കണം, പക്ഷെ അത് വേറൊരു ഫോർമുലയാണ്. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വിശ്വാസത്താലുള്ള നീതി ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വെച്ചാൽ ആ സ്വർഗത്തിൽ കയറും. ഞാൻ നിങ്ങളുടെ വിശ്വാസം എന്താന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്താ ഞാൻ പറഞ്ഞത്? വിശ്വാസം എന്ന് പറഞ്ഞ എന്താ പ്രാക്ടിക്കലി? ഓർമ്മയുണ്ടോ? ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര. ഇതാണ് ഫെയ്ത്ത്. ഇനി അടുത്ത് നോക്കിയേ, ന്യായപ്രമാണത്താലുള്ള വിശ്വാസത്താലുള്ള നീതി ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നു. അപ്പൊ ഞാനല്ല, ക്രിസ്തു ജീവിക്കുന്നതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അല്ലേ? അതല്ലേ വിശ്വാസത്താലുള്ള നീതി. അപ്പൊ ഒരുത്തും ചോദിക്കാം, പിന്നെ ക്രിസ്തു ജീവിക്കുന്നു, നീ എന്താ സ്വർഗത്തിൽ പോയി ക്രിസ്തുവിനെ ഇറക്കിക്കൊണ്ടുവരുമോ? ചില ആൾക്കാർ ഇതിനെ പരിഹാസത്തോടെ കാണുന്നത്, കർത്താവ് ചെയ്യുന്നു പറയുമ്പോൾ. അവർ ചോദിക്കാം, പിന്നെ ക്രിസ്തു, നിങ്ങൾക്ക് സ്വർഗത്തിൽ തന്നെ ഇറക്കിക്കൊണ്ടുവരുമോ ക്രിസ്തുവിനെ? വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെയല്ല വിശ്വാസത്തിന്റെ പ്രമാണം പറയുന്നത്. ഓക്കെ, ക്രിസ്തുവിനെ എന്നാൽ അത് എന്ത് പറയുന്നു? അപ്പൊ ക്രിസ്തു എനിക്ക് പകരക്കാരനായി വരണമെന്ന് തന്നെയാണ് വിശ്വാസത്താലുള്ള നീതി പറയുന്നത്. ഓക്കെ, എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിച്ച വിശ്വാസ വചനം തന്നെ. അപ്പൊ വിശ്വാസത്താലുള്ള നീതി എങ്ങനെ വർക്ക് ചെയ്യുന്ന കേട്ടോ പറഞ്ഞു വരുന്നത്. അത് പ്രവൃത്തിയാലല്ല വർക്ക് ചെയ്യുന്നത്, അത് ഈ ഫോർമുല അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ഫോർമുല എന്താന്ന് നോക്കാം. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഓക്കെ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയും. അതുപോലെ
പിതാവ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ടും വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ കർത്താവിന്റെ പുനരുത്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കണമെന്ന് മാത്രമല്ല, പിതാവ് അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് നീതി ലഭിക്കുന്നത്. മനസ്സിലായി? എന്തൊക്കെയാ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയണം. രണ്ട്, എന്താണ് രണ്ട്? അവനെ മരിച്ചവരിൽ നിന്ന്, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വേണം. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസത്താലുള്ള നീതി വരും. ഞാൻ ചെറിയൊരു ഇല്ലസ്ട്രേഷൻ പറയാം. മോശെ എന്ത് നീതിയുടെ ആളായിരുന്നു? പ്രവൃത്തിയാലുള്ള നീതിയുടെ ആളായിരുന്നു, അല്ലേ? ഇപ്പൊ മോശെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ചൈസേ, ഒരു കരണം ധരിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നിയമം. പക്ഷെ ഞാൻ പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പല്ലിന് പോയാൽ മറ്റേ പല്ല് പറിച്ചോണം, അവൻ്റെ അടി അപ്പം തന്നെ പൊട്ടിച്ച പല്ല് ഊരി എടുത്തോണം, ഒരു കണ്ണിന് ഒരു കണ്ണ്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് ദുഷ്ടന്മാരോട് പറഞ്ഞതാണ്. കാരണം പല്ലിന് പകരം പല്ലെന്ന് പറഞ്ഞില്ലെങ്കിൽ അവന്മാര് ശത്രുക്കളൊന്നും ഒരു പല്ലെടുക്കും, അവന്മാർ എല്ലാ പല്ലും തല്ലിപ്പറിക്കും. അത് നീതിയല്ല. അതുകൊണ്ട് അവരുടെ ഈ ദുഷ്ടത നിയന്ത്രിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞു, നിന്റെ ഒരു പല്ലവൻ എടുത്തല്ലേ, നീയും പോയി ആ ഒരു പല്ലെടുത്തോ. ഇങ്ങനെയാണ് പഴയ നിയമം കൊടുത്തേക്കുന്നത്. ദുഷ്ടത കുറയ്ക്കാൻ വേണ്ടിയാണ്, മനുഷ്യന്റെ ദുഷ്ടത കുറയ്ക്കാൻ വേണ്ടി. അവരെ ആന്തരികമായി നന്നാക്കാൻ നിയമത്തിന് കഴിവില്ല, ന്യായപ്രമാണത്തിന് കഴിവില്ല. അവരുടെ തിന്മയെ കുറച്ച് തടഞ്ഞ് മോഡിഫൈ ചെയ്തെടുക്കാം, അത്രേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ മോശയോട് പറയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്നെങ്കിലും നിന്നോട് ഞാൻ പറയുവാണ്, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണവും കാണിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചു, എൻ്റെ മോശെ പറയാൻ എളുപ്പമാണ്, ഒരു കർണത്തടിക്കുമ്പോൾ തന്നെ എൻ്റെ വായിന്നെല്ലാം ബ്ലഡ് വരുന്നു, ഭയങ്കര ശക്തിയിലാണ് അടിച്ചേക്കുന്നത്. അടുത്ത അടിക്ക് ഞാൻ തട്ടിപ്പോവും. തട്ടിപ്പോയാൽ എനിക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? മോശെ പറയാണ്, നിന്റെ ആടുമാടുകളെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ദേശത്ത് മാനിക്കും. ഞാൻ ചത്തുപോയി കഴിഞ്ഞാൽ എൻ്റെ ആടുമാടുകൾ അനുഗ്രഹിച്ചിട്ട് എന്ത് കാര്യം? എന്നെ ദേശത്ത് മാനിച്ചിട്ട് എന്ത് കാര്യം? അത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കണ്ടേ? ഓക്കെ, അപ്പം മോശ പറഞ്ഞു, ശരിയാണ്, എനിക്ക് നിത്യജീവന്റെ വാഗ്ദത്തം തരാനൊന്നും എന്നോട് കർത്താവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പാപം ചെയ്യാതെ സൂക്ഷിച്ചു നടന്നോ, ഒരെണ്ണം പൊട്ടിച്ചോ. കാരണം നിവൃത്തിയില്ല, അല്ലേ? അപ്പൊ കർത്താവ് എന്നോട് പറയാണ്, മോനെ, ഒരു കരണം തരിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, തട്ടിപ്പോയാലും നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. തട്ടിപ്പോയാൽ ഞാൻ നിന്റെ കൂടെ പറുദീസയിരിക്കോ? ഇരിക്കും. എന്നാൽ കാരണം കാണിച്ചു കൊടുത്തേക്കാം. തട്ടിപ്പോകല്ലോ കൂടി വന്ന് നിന്റെ കൂടെ ഇരിക്കാലോ. എങ്ങനെ വിശ്വാസമുള്ള നീതി ഉണ്ടായെന്ന് മനസ്സിലായോ? സത്യം പറഞ്ഞാൽ എന്താ, എനിക്ക് അനർത്ഥം സംഭവിക്കും, പക്ഷെ എനിക്ക് മരണത്തെ പേടിയില്ല. കാരണം എന്താ? ചത്തുപോയാൽ ഞാൻ കർത്താവിൻ്റെ കൂടെ ആയിരിക്കും. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരാൾ ഒരു നാഴിക പോകാൻ അനുവദിച്ചാൽ വിളിച്ചാൽ 2 നാഴിക പോകാം. കാരണം അവൻ ഇട്ടിട്ട് പോയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. നമ്മൾ എന്നാലും പാസ്റ്റർ ഒരു വിടുതലില്ലാതെ എങ്ങനെയാ പാസ്റ്റർ? എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ വെച്ച് വിടിവിക്കപ്പെട്ടതാ. നമ്മൾ മറന്നുപോയതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോ ഊടുപാടെ നടന്ന് ശാപം മുറിച്ച് പിന്നെ വിടുവിക്കാൻ നോക്കോ? ഒരാൾ ഓൾറെഡി കയർ പൊട്ടി നമ്മൾ വെളിയിൽ ചാടി, എന്നിട്ട് പിന്നെ നമ്മുടെ പുറകെ നടന്ന്. ഓക്കെ, ഇപ്പൊ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ചു. അപ്പം കർത്താവിന്റെ കൂടെ ഇറങ്ങിപ്പോയി മരിക്കാൻ നമുക്ക് പേടിയില്ലെങ്കിൽ നമുക്ക് എല്ലാ കൽപ്പന അനുസരിക്കാം. നീതി എങ്ങനെ വന്നെന്ന് മനസ്സിലായോ? എന്ത് വിശ്വസിക്കുമ്പോഴാണ് നീതി വരുന്നത്? ഞാൻ അവൻ്റെ കൂടെ മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോഴാണ്.
അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ അപ്പുറത്തൊരു പുനരുത്ഥാനം വേണം. എൻ്റെ കർത്താവ് എന്നെ പുനരുത്ഥാനം ചെയ്യിപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുമെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചത്തുവാൻ പേടിയുണ്ടോ? നിങ്ങൾ മിണ്ടൂലെന്ന് എനിക്കറിയാം. ചത്തുപോകാൻ പേടിയുണ്ടോ? നമ്മുടെ ചെറിയ ചെറിയ ഭയങ്ങളാണ്, ഇത് മരണഭയമൊന്നും ഇല്ല. ആൾക്കാരെന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഭയങ്ങളാണ് നമ്മളെ ഭയങ്കരമായിട്ടും. അപ്പൊ ആ ഭയം അങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. പുതിയ നിയമം അങ്ങനെയാണ്. പേടിയില്ല, സത്യം പറയാൻ പേടിയില്ല, ജീവിക്കാൻ ഭയമില്ല. ആ നീതി എങ്ങനെ വന്നത്? വിശ്വാസത്താലാ വന്നതല്ലേ. ജീവിക്കാൻ നമ്മളെ ഭയപ്പെടുത്താത്ത, കാഴ്ചയാലല്ലാത്ത ഒരു നീതി നമുക്ക് ലഭിച്ചത് വിശ്വാസത്താലാണ്. ഓക്കെ. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറഞ്ഞ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം എന്തിനു വേണ്ടിയാ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നറിയോ? എന്തിനു വേണ്ടിയാ? അടുത്ത വാക്യം, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. കണ്ടോ, എന്തിനു വേണ്ടിയാ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നത്? നീതി കിട്ടാൻ വേറെ വഴിയില്ല. ഞാൻ ഈ ലോകത്തിന്റെ ആളായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും കർത്താവിനെ പൂർണ്ണമായിട്ട് അനുസരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ ലോകത്തോട് മരിക്കുമ്പോഴാണ് ഞാൻ കർത്താവിന് അവൈലബിൾ ആകുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോവുകയില്ല. അപ്പൊ വിശ്വാസത്താലുള്ള നീതി എങ്ങനെ വരുന്നത് മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവ് വിശ്വാസം തന്നാൽ ആ വിശ്വാസം എന്താണ് നമ്മളോട് പറയുന്നത്? ഇനി ജീവിക്കുന്നത് നീയല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ എന്തെല്ലാം കൺഫ്യൂസ് ചെയ്തു? അവന്റെ കൂടെയുള്ള മരണത്തെയും പുനരുത്ഥാനത്തെയും നമ്മൾ കൺഫ്യൂസ് ചെയ്തു. ഓക്കെ. അപ്പോൾ 500 കിലോ വെയിറ്റ് നമ്മൾ എടുത്താലേ നമ്മൾ സ്വർഗത്തിൽ പോകുള്ളൂ. പക്ഷെ 500 കിലോ വെയിറ്റ് എടുക്കാൻ നമുക്കൊരു ഒരു ഒരു മഹാപുരോഹിതനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ മാത്രമേ നമുക്ക് ഈ കൽപ്പനകളെ അനുസരിക്കുന്ന തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് ഇത്രേ പറയാനുള്ളൂ, എൻ്റെ കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എനിക്ക് സ്വന്തമേ ഒരു നന്മയും ഇല്ല, ഞാൻ ദാ ക്രൂശിൽ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല, നീയാണ്. ഓ ലോർഡ് യു ലിവ് ത്രൂ മീ, ഓ ലോർഡ് യു ലിവ് ത്രൂ മീ. ഞാൻ നിന്നെ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിന് മുമ്പിൽ പൂ വെച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് ഞാൻ നിന്റെ ഭക്തനാന്ന് പറയുന്നതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അവൻ നടന്നു പോകുന്ന വഴിയിൽ അവന്റെ ജീവൻ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ്. ബൈ ഫെയ്ത്ത് അവൻ നമ്മുടെ ഹൃദയത്തിൽ ഒരു കസേരയൊക്കെ ഇട്ടിരുന്ന് നമ്മൾ പൂജ സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. ഹി ഈസ് നോട്ട് ആൻ ഐഡൽ, ഡെക്കറേറ്റഡ് ഐഡൽ ഇൻ അവർ ഹാർട്ട്. ഹി ഈസ് അവർ ലൈഫ്. വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ഒരു പുതിയ ജീവനുണ്ട്. അത് ക്രിസ്തുവിന്റെ ജീവനാണ്, അത് കുറഞ്ഞൊന്നുമല്ല. ഈ ജീവൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഓ, പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നു, ഒട്ടും പ്രതീക്ഷ. ലഭിച്ചിട്ടുണ്ടോ? ഒന്ന് പരിശോധിച്ച് നോക്കി. മരിക്കാൻ പറ്റുന്നുണ്ടോ? മരണത്തോട് ഏകീഭവിക്കാൻ പറ്റുന്നുണ്ടോ? കുത്തി നോക്കുന്ന ആൾക്കാർ ചുറ്റുമുണ്ടോ? പരിശോധിക്കാൻ നല്ല അവസരമാണ്. അവർ കുത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ പ്രതികരണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ശരിക്കും ക്രിസ്തുവിന്റെ ജീവനുള്ളവരാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം. This is a critical question that we all should ask, standing in front of a mirror and interrogating myself. എന്താണ് എൻ്റെ മോട്ടീവ്? എൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? കർത്താവിനോടാണോ എൻ്റെ ആഗ്രഹം? അവന്റെ നീതി എനിക്ക് ലഭിക്കണം എന്നാണോ? അതോ ഞാൻ കുറച്ച് നന്നായിട്ട് കർത്താവിൻ്റെ മാർക്ക് മേടിക്കാന്ന് വിചാരിച്ചിരിക്കുവാണോ? ഒരിക്കലും സംഭവിക്കില്ല. ഞാൻ നന്നായിട്ട് എനിക്ക് കർത്താവ് എന്നെ സഹായിക്കാൻ പോകുന്നില്ല. ഞാൻ മരിച്ചാൽ മാത്രമേ പറയുന്നുള്ളൂ. ഒരു ചെറിയ കഥ കണ്ട പറഞ്ഞിട്ട് നിർത്താം. ഒരു ദിവസം ഒരു മനുഷ്യൻ ഇങ്ങനെ ഐസ് ഇട്ട ഒരു സ്ഥലത്തോടെ നടന്നു പോയിരുന്നു. മുഴുവൻ ഐസ് വീണ് കിടക്കുക. അതിനിടയിൽപ്പെട്ട ഒരു കുഞ്ഞു അണലിപ്പാമ്പ്, ഒരു കുഞ്ഞ് അണലിപ്പാമ്പ് ഈ ഐസ് കട്ടയുടെ മുകളിൽ ഇങ്ങനെ ചാവാറായിട്ട് വിറഞ്ഞലിച്ച് കിടക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ പോകുന്ന വഴിക്ക് ഇത് കണ്ടു. അവൻ ആ കുഞ്ഞല്ലേ, അവൻ്റെ സിമ്പ് തിന്നു. കുഞ്ഞെന്തുവാ? അണലിയാ. എടുത്ത് പോക്കറ്റിൽ വെച്ചു. ഇയാളെടുത്ത് പോക്കറ്റ് വെച്ചു അണലീനെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇയാളുടെ ദേഹത്തിനുള്ള ചൂടടിച്ചടിച്ചടിച്ച് ഈ അണലി ജീവൻ വെച്ചു. ഒറ്റ കൊത്തു വെച്ച് കൊടുത്തു. ആദ്യം ചെയ്ത പണി.
കഥയിൽ ചോദ്യമില്ല കേട്ടോ. അവസാനം ഇവൻ ഈ പാമ്പിനോട് പറഞ്ഞു, ഇപ്പൊ ഞാൻ മരിക്കും, ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരം തണുക്കുമ്പം ആ തണുപ്പ് കൊണ്ട് നീ മരിക്കും, നീ എന്തിനാണ് എന്നെ കൊത്തിയത്? അപ്പൊ പാമ്പ് പറഞ്ഞെന്നാ പറയുന്നത്, കേട്ടോണ്ടിരുന്നവരല്ല കഥ, അത് എഴുതിയവര്. പാമ്പ് പറഞ്ഞു, ഞാനൊരു പാമ്പ്, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അതായത് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് നന്ദി പറയും നിങ്ങൾ വിചാരിച്ചോ? എന്നെ കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ. മനസ്സിലായോ? ഈ പാമ്പിനെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. നമ്മുടെ പ്രകൃതം അതുപോലെ, എന്ത് ചെയ്താൽ നന്നാവില്ല. പുകഴ്ത്തി പറഞ്ഞാൽ അത് വലിയ സ്വയനീതിയായിട്ട് വരും. താത്തി പറഞ്ഞാൽ അവനോടുള്ള വൈരാഗ്യം ഉള്ളിൽ സൂക്ഷിക്കും. നമ്മുടെ ഹൃദയം പോലെ ചതിയുള്ള ഒരു ഹൃദയം ലോകത്തില്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വരാതെ നമുക്കൊരു രക്ഷയുമില്ല. വി ബിലീവ് ഇൻ ഹിം. അവനെ വിശ്വസിക്കുന്നവരുടെ മേൽ അവന്റെ ആത്മാവ് വ്യാപരിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും.